കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്തോട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സായാഹ്ന സന്ധ്യയിൽ നമുക്ക് കർത്താവിനോട് ചേർന്നിരിപ്പാൻ നമ്മുടെ തിരക്കേറിയ ജീവിതയാത്രയുടെ ഇടയിൽ കർത്താവ് അനുവദിച്ച എല്ലാ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കൾ കൂടി വരുന്നിടത്ത് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് സന്തോഷം. എന്തോത്തിന്റെ സന്തോഷമാണ്? ക്രിസ്തുവിനുള്ള സന്തോഷം, ആത്മാവിന്റെ സന്തോഷം. ശാരീരികമായിട്ടുള്ള ക്ഷീണങ്ങളും ബലഹീനതകളൊക്കെ നിങ്ങൾക്ക് കാണാം. പക്ഷെ നമ്മുടെ ഈ മീറ്റിങ്ങിന്റെ പേരിന്റെ അർത്ഥം കളയരുത്. റിവൈവൽ എന്നാണ്. എന്താണ് മലയാളം? എന്താണ്? അടുത്തിരിക്കുന്ന ആളെ നോക്കിയാട്ടെ. ഉണർന്ന് അല്ലാതെ ഇരിക്കുന്നേ ആ റിവൈവൽ മുഖത്ത് വല്ലതും ഉണ്ടോന്ന്. അങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് പിന്നെ ഉണർവിലാരും വലിയ കാര്യമില്ല. ആദ്യം വരേണ്ടത് കണ്ണു തുറക്കുക എന്നുള്ളതാണ്. ആദ്യം പുറമേയുള്ള കണ്ണു തുറക്കട്ടെ, പിന്നെ അകത്ത് തുറന്നോളൂ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൽ ഞങ്ങളുടെ കൂട്ടുവേലക്കാരൻ ഈ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി വളരെ ആത്മഭാരത്തോടെ ദീർഘവർഷങ്ങളായിട്ട് ഭൗതിക ജോലിയിലും മറ്റു നിലയിലും ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ അനുഗ്രഹിതരായ കർത്തദാസന്മാർ, പ്രത്യേകിച്ച് റിയാദിൽ നിന്ന് കടന്നു വന്ന തൊയ്യൂരവറുകൾ, തന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഇവിടെ കടന്നു വന്ന ദൈവമക്കൾ, വളരെ ഒരു പൂക്കൾ കൂടി ബന്ധമാണ് സഭയുമായിട്ടുള്ളത്. ഈ രാജ്യത്തിൽ ശുശ്രൂഷകൾക്കായിട്ട് കർത്താവ് ഒരുക്കിയ എല്ലാ അവസരങ്ങൾക്കായി സ്തോത്രം. മറ്റ് ശക്തരായ കർത്തദാസന്മാർ ഡാൻജി പാസ്റ്ററെ ഓർക്കുന്നു, റജീബ് പാസ്റ്റർ, റജീബ് തോമസ്, മറ്റെല്ലാ കർത്തദാസന്മാർ, സലിജയൻ, മറ്റ് കർത്തദാസന്മാരുടെ പേരുകൾ ഓർക്കാത്തത് കൊണ്ട് പറയാൻ കഴിയുന്നില്ല. എല്ലാ കർത്തദാസന്മാർ, അതുപോലെ ടോണി പാസ്റ്റർ, എൻ്റെ സ്നേഹിതനായിരിക്കുന്ന പാസ്റ്റർ ജെയിൻ പന്തളം, വളരെ അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ, ഈ ദേശത്ത് ശുശ്രൂഷകൾക്കായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ജെയിൻ പാസ്റ്റർ എഴുന്നേറ്റാണ് പ്ലീസ്. അനുഗ്രഹീതനായൊരു പ്രോഫറ്റാണ്. ദൈവ തലമുറയിൽ തന്നെ ശക്തമായി ഉപയോഗിക്കും. വർഷിപ്പിൽ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ അനുഗ്രഹീതനായ ദാസന്മാർ, ശുഭ്രതർ, എല്ലാവർക്കായും കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവജനത്തോട് ദാഹമുള്ള എല്ലാ ദൈവമക്കളെയും ഞാൻ കർത്താവിൽ ഹൃദയം തുറന്ന് എൻ്റെ സ്നേഹത്തെ, വന്ദനത്തെ അറിയിക്കുന്നു. എനിക്കൊന്ന് 1 വർഷത്തിനകത്ത് 3ാമത്തെ മീറ്റിങ്ങിനാണ് ഞാൻ ഈ ഹോളിൽ പ്രസംഗിക്കുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തത വലിയതാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. എല്ലാവരും ഒരു നിമിഷം കൂടെ കർത്താവിനെ, എല്ലാവരും യേശുവേ ഉറക്കെന്ന് വിളിച്ചു. ഉടമകന് വേണ്ടി ദേശത്തിന്റെ ഒത്തിരി ദൈവദാസന്മാർ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ജയിലിൽ കയറിയിട്ടുണ്ട്. ഇന്നും മോചിതനാകാത്ത പലരും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവരൊക്കെ കൊടുത്ത വലിയ പ്രിയരെ, ഇങ്ങനെ നമുക്ക് ദൈവത്തെ ഒരുമിച്ച് സ്തുതിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് അവസരം തന്നത് ഒരു യോഗ്യത പറയാനില്ല, കൃപ മാത്രം ഒരു യോഗ്യതയുള്ളവൻ ആരും പാടുന്നില്ല.
അങ്ങയുടെ മഹത്വമുള്ള പൂജ ഇന്ന് ഞങ്ങൾക്കായി വെളിപ്പെടാൻ പോകുന്നതിനായി നിന്റെ ജനത്തെ അനുഗ്രഹിച്ചയക്കണം. ഹൃദയങ്ങളെ ദൈവം തുറക്കണം. ഞങ്ങൾക്കൊരു പുതിയ ഡിസിഷൻ എടുക്കുവാൻ, ചില തീരുമാനങ്ങൾ പുതുക്കുവാൻ, ദൈവകൃപയെ പുതുക്കുവാൻ, നിയോഗങ്ങൾ ഏറ്റെടുക്കുവാൻ കർത്താവ് സഹായിക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ഈ മീറ്റിങ്ങിനായിട്ട് കർത്താവ് ഉപയോഗിക്കുന്ന മനുഷ്യന്റെ കുടുംബത്തിൽ ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പ്രിയ ബിജോയ് ബ്രദർ, സൂസൻ സിസ്റ്റർ ഒന്നിരുന്നേറ്റ്, ഒന്നിരുന്നേറ്റ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവര് പാസ്റ്റർ ഭാര്യയൊന്നുമല്ല, അവർ ഈ ദേശത്ത് സാധാരണ ജോലിക്കാരാണ്. പക്ഷെ കർത്താവിന്റെ ഹൃദയത്തിൽ കൊടുത്ത നല്ല താല്പര്യത്തിനായി ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ രാജ്യത്തിൽ ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് പകലും ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അത് പറഞ്ഞ് പ്രാർത്ഥിക്കാനിടയായി. ഞാൻ കുറച്ച് വ്യത്യസ്തരായ ആൾക്കാരെ കണ്ടു. വാസ് അവരുടെ അകത്ത് രാഷ്ട്രീയമില്ല, അവരുടെ അകത്ത് സഭാ സംഘടന വ്യത്യാസമില്ല. പ്രിയ ഭാഷയൊക്കെ ഞാൻ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒറ്റ കാര്യത്തിലാണ്. അദ്ദേഹം ചർച്ച കൊണ്ട് ഓവർസായത് ഞാൻ അറിയുന്നത് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്രയോ ദിവസങ്ങൾ പാർത്തു. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു, വേറെ ആരാണ്ട് പറഞ്ഞെന്ന് തോന്നുന്നു. ദൈവനാമത്തെ സ്നേഹിക്കാനും ദേശത്തിന് വേണ്ടി കരയാനും ദർശനമുള്ളവരുടെ കൂടെ നിൽക്കാനും കർത്താവ് കണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഈ ദേശത്തിലുണ്ട്. ആ കുറച്ച് ആൾക്കാർ ഞാനും ഉൾപ്പെടുമെന്നുള്ളവർ മാത്രം ഇടത്ത് പൊക്കുന്നോ നോക്കുന്നുണ്ട്. ഇവിടെ ലൈവ് ഒന്നുമില്ല, ഒരു ചെറിയൊരു സംഭവം ഇവിടെ ഉള്ളൂ. കുഴപ്പമില്ല, അത് എന്നെ മാത്രമേ കാണത്തുള്ളൂ. സ്തോത്രം. 3 സ്ഥലങ്ങളായിരുന്നു എൻ്റെ മീറ്റിങ്ങുകൾ. അത് 3 ദേശത്താണ്. റിയാദില്, പിന്നെ ജിസാനില്, ജിദ്ദയില്. ജിസാനില് ഞാൻ 2ാമത്തെ പ്രാവശ്യം പോകുന്നത്. അവിടെ ഒരു സഹോദരനാണ്, അദ്ദേഹം ഒരു ജോലിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒന്നുമില്ലാതെ അവിടെ ചെന്നത് ദൈവത്തിലേക്ക് മാനിച്ചു. നല്ലൊരു ബിസിനസ്സുണ്ട്. ഞാൻ കണ്ടത് അദ്ദേഹം താമസിക്കുന്നത് ജിസാനിൽ നിന്ന് ഏകദേശം 1 മണിക്ക്, ആ സ്ഥലപ്പേരൊക്കെ പറഞ്ഞു, 1 മണിക്കൂർ ദൂരമുണ്ട് അദ്ദേഹം താമസിക്കുന്നത്. ബോർഡർ ഭാഗമാണ്. ഞാൻ നോക്കുമ്പോൾ രാത്രിയിൽ അടുത്ത ദിവസം മീറ്റിംഗ് തുടങ്ങാം. 3 ദിവസത്തെ മീറ്റിംഗ്, ഒരു ഫാമിലി നടക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ഈ മനുഷ്യൻ വലിയ ബോക്സുകൾ തന്നെ ചുമ്മി, ബോക്സ്, അതിൻ്റെ സിസ്റ്റം, അതിൻ്റെ കീബോർഡ് എല്ലാം തന്നെ എടുത്ത് തന്നെ കാറി കയറ്റി കാണുക. അപ്പോൾ ആ സമയം രാത്രി 12 മണിയായി. വേറെ ആരും ഇല്ല തന്നെ സഹായിക്കുക. താനൊരു പാസ്റ്ററല്ല, തനിക്ക് ദൈവം കൂടുതൽ ഭാരമാണ്. ഞാനിവിടെ പ്രസംഗിക്കാൻ പോയതാണ്. അപ്പം അത് കണ്ടപ്പോൾ എനിക്കൊരു പ്രയാസം തോന്നി. ഞാൻ പിന്നെ ബോക്സ് ചുമ്മിൽ സ്റ്റാൻഡ് എടുത്ത് അങ്ങോട്ട് വെച്ചു. നാളെ ദൈവം ചോദിക്കാനുള്ളൂ. എടുത്ത് സ്റ്റാൻഡ് എടുത്ത് വണ്ടിയിലോട്ട് വെച്ചു. അതെടുത്ത് അവിടെ കൊണ്ടുപോയി. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ രാവിലെ 4 മണിയായി. ഫാം വാടകയ്ക്കെടുത്ത് വരുന്നവർക്കെല്ലാം ആഹാരം ക്രമീകരിച്ച് 3 ദിവസത്തെ മീറ്റിംഗ് അദ്ദേഹം ക്രമീകരിച്ചിരിക്കുക. രാത്രിയിൽ മീറ്റിംഗ് കഴിഞ്ഞ അതുപോലെ. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഇവിടെ എന്തായാലും
ഈ രാജ്യത്തിൽ കുറച്ച് നാളുകളെ, കുറച്ച് സമയങ്ങളെ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. ഞാനിന്ന് പകൽ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, അവിടെ കുറച്ചു പേര് പ്രാർത്ഥിക്കാനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അടുത്ത തലമുറ നമ്മളെ ഓർക്കണം. ദൈവം എന്താ ഓർക്കുമ്പോ സംശയമില്ല. അടുത്ത തലമുറ നിന്നെ ഓർക്കുമ്പോൾ ഒരു ആമേൻ പറയണം. ഇങ്ങനൊരു കുടുംബം ഈ ദേശത്തിനുണ്ടായി, ഇങ്ങനൊരു അഭിഷേകത്തിന് ഈ ദേശത്തിനുണ്ടായി. അവരുടെ ആത്മഭാരത്തെ അടുത്തൊരു തലമുറ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെ എന്തെങ്കിലും ഓർക്കാൻ ഇട്ടിട്ട് ഇവിടുന്ന് പോകാവേ. ദൈവനാമത്തിന് വേണ്ടി ചെയ്തതോ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നതോ എന്തെങ്കിലും ഓർത്തിട്ട് ഈ രാജ്യം വിടാവേ. ഇത് ഒരു സംഘടനയുടെ മീറ്റിംഗ് അല്ല, ഒരു പ്രത്യേക സഭയുടെ മീറ്റിംഗ് അല്ല. അതുകൊണ്ട് പരിമിതികൾ ഒരുപാടുണ്ട്. എങ്കിൽ ഇത്രയും പേര് വന്നതിൽ, പ്രത്യേകിച്ച് സാറ്റർഡേയിൽ, ഒത്തിരി സന്തോഷം. അതുകൊണ്ട് ഞാൻ ദൈവസ്നേഹത്തിൽ പറയുന്നു, എവിടെ ഒരു ഉണർവിതായി ജനം എഴുന്നേറ്റാലും അതിനോട് ചേർന്ന് നിൽക്കുന്നത് നമുക്കും അനുഗ്രഹമാണ്. ഏലിയാവ് പ്രാർത്ഥിക്കുന്നത് കർമ്മേൽ പർവ്വതത്തിലാണ്. ഏലിയാവ് മുഴങ്കാൽ മടക്കിയത് കർമ്മേൽ പർവ്വതത്തിലാണ്. പക്ഷെ മഴ പെയ്തതോ കർമ്മേലിൽ മാത്രമല്ല, മഴ പെയ്തത് ഇസ്രായേലിൽ മുഴുവനുമാണ്. വിജയ് ബ്രദറോ, ബീന സിസ്റ്ററോ, സൂസൻ ഒഫീഷ്യൽ നെയിം, അവ ഫിലിപ്പ് കേസിയോ ആര് മീറ്റിംഗ് നടത്തട്ടെ, ആര് മീറ്റിംഗ് നടത്തട്ടെ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു ആത്മീയ രഹസ്യം, ഞാൻ 3-ാം തലമുറയെ ശുശ്രൂഷയും 3rd ജനറേഷനാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു ആത്മീക മർമ്മമുണ്ട്. അതിനോട് നമ്മൾ മനസ്സുകൊണ്ടൊന്ന് ചേരാമെങ്കിൽ, കേവലം ശരീരം പോലെ മനസ്സുകൊണ്ടൊന്ന് ചേരാമെങ്കിൽ, ഒരാത്മാർത്ഥത അതിനകത്തുണ്ടാവാമെങ്കിൽ, ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് വൈകുന്നേരം ആത്മാവിനെ ഓർപ്പിക്കട്ടെ, ആ മഴ പെയ്യുമ്പോൾ നിന്റെ സഭയിലും പെയ്യും, നമ്മുടെ മിനിസ്ട്രിയിലും പെയ്യും. യേശുവിന്റെ നാമത്തിൽ വരണ്ടു കിടക്കുന്ന തോടുകൾ നിറയപ്പെടട്ടെ. ദേശത്ത് വലിയ ആത്മീയ ചൈതന്യങ്ങൾ ഉണ്ടാകട്ടെ. ഞാനല്ല ദൈവം എന്ന് തെളിയിക്കപ്പെടട്ടെ. സഹോദരി, നിന്റെ ഒരു നല്ല ആമേനായിരിക്കാം ഇന്ന് രാത്രിയിലെ വിടുതലിന്റെ ടേണിംഗ് പോയിന്റ്. നിന്റെ ഒരു ചെറിയ കയ്യടിയായിരിക്കാം ഇന്ന് രാത്രി ദൈവപ്രവൃത്തിയുടെ വഴിത്തിരിവ്. നീ ആത്മാർത്ഥമായി ഒരു വാക്ക് കരമുയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കാം. നിന്റെ ഒരു തുള്ളി കണ്ണുനീർ ഇന്ന് പകൽ, ഇന്ന് വൈകുന്നേരം വീഴുന്നതായിരിക്കാം. വ്യത്യസ്തമായി ചിന്തിക്കാൻ. എനിക്ക് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് ഒരു ബസ് തന്നെ ബുക്ക് ചെയ്ത് റിയാദ് പട്ടണം ചുറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞു. വ്യത്യസ്തമായി ചിന്തിക്കുക. ഞാൻ പറയട്ടെ, അതിനൊക്കെ റിസൾട്ട് ഉണ്ട്. പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റർ റിസൾട്ട് ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ സഭ വരാൻ തുടങ്ങി, ആത്മാക്കൾ വരാൻ തുടങ്ങി. അവരെവിടെല്ലാം പോയ അവിടെ തന്നെ ആത്മാക്കൾ വരാൻ തുടങ്ങി. ശൂന്യതകളെ ദൈവം മാറ്റുന്നവനാണ്. 4-7 പേരെ വെച്ചുകൊണ്ടിരിക്കാനല്ല, അനേകർ കൊരിന്ത്യ ദേശത്തോടെ തമ്പുരാൻ പറഞ്ഞതുപോലെ ഇനി ഈ പട്ടണത്തിൽ അനേകരുണ്ട്. ഞാനൊരു ദൈവശബ്ദം, ഒരു പ്രസംഗമല്ല, ഒരു വെളിപ്പാട് ദൈവനോട് പറയാൻ പറഞ്ഞത് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ 5-ാം അധ്യായം, Book of Acts, chapter 5, 38-39 വാക്യങ്ങൾ, verse 38 and 39. ഒന്നുകൂടെ ഞാൻ ആ വാക്യം പറഞ്ഞോട്ടെ. Book of Acts, chapter 5, verse 38 and 39. അപ്പോസ്തലപ്രവൃത്തി 5:38-39 വാക്യങ്ങൾ വായിച്ചോ. ഈ മനുഷ്യരെ വിട്ടൊഴിഞ്ഞു കൊള്ളുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്കതിനെ നശിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലെ
വിവാദ വിഷയം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 4 സുവിശേഷ പരമ്പരകളിൽ യേശു ചെയ്ത് തുടങ്ങിയത്. അപ്പോസ്തലപ്രവൃത്തി 1-1 വാക്യത്തിൽ അങ്ങനെ കാണുന്നത്. തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം ആരോഹണം ചെയ്ത നാൾ വരെ യേശു ചെയ്ത് തുടങ്ങിയത്. ആ പദം തുടങ്ങിയത് ആ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തുടങ്ങിയത് എല്ലാവരും പറഞ്ഞേ. യേശു ചെയ്ത് തുടങ്ങിയത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇവിടെ എല്ലാം കാണുന്നത് എന്താ? യേശു ചെയ്ത കാര്യം ഒത്തിരി കൊണ്ട് വിവരിക്കാൻ പറ്റില്ല. യേശു ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളാണ് സുവിശേഷങ്ങളിൽ കാണുന്നത്. അല്ല, ലൂക്കോസ് എഴുതി ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം. അതാൽ ലൂക്കോസിന്റെ സുവിശേഷം. 2-ാമത്തെ പുസ്തകമാണ് അപ്പോസ്തലപ്രവൃത്തി. ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം അവിടെ പ്രതിപാദിക്കുന്ന വിഷയം യേശു ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളാണ്. യേശു ചെയ്തു തുടങ്ങി. പിശാച് ചിന്തിച്ചു, കല്ലറയിൽ തീർന്നു, ആശ്വാസമായി. കല്ലുരുട്ടി വെച്ചപ്പോൾ തീർന്നു, മുദ്ര കൊണ്ട് ഉറപ്പിച്ചപ്പോൾ തീർന്നു, ഉയർത്തെഴുന്നേറ്റങ്ങ് പോയപ്പോൾ തീർന്നു. പക്ഷെ അവരറിഞ്ഞില്ല. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു ചെയ്തു തുടങ്ങിയത് തുടരാൻ. അവൻ പോയിട്ട് വാഗ്ദത്തമെന്ന പരിശുദ്ധാത്മാവിനെ അവൻ പകർന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ അത് പ്രാപിച്ച ദൈവമക്കൾ ഇതിനകം തിരിപ്പോണ്ടോ? ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ആത്മാവിൽ പറയട്ടെ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെന്ന് ഉറപ്പുണ്ടോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ 2 വരി അന്യഭാഷ പറഞ്ഞു നിർത്താനല്ല, യേശു ചെയ്ത് തുടങ്ങിയത് തുടരാം. രക്തത്താൽ ജയമെടുക്കുന്നു. ഏതെങ്കിലും നേതാക്കന്മാർ ചെയ്തു തുടങ്ങിയത് തുടരാനൊരു വിളി ഇന്ന് രാത്രിയിനകത്ത് വീഴത്തില്ല. ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ ചെയ്തു തുടങ്ങിയതല്ല. ആദർശങ്ങൾക്ക് വ്യത്യാസമുണ്ട്, ഏറ്റക്കുറച്ചിലുണ്ട്. പക്ഷെ ഇന്ന് രാത്രി നമ്മുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്ന നിയോഗം, സ്തോത്രം, ഏതെങ്കിലും ആദർശങ്ങൾ തുടരാനല്ല, യേശു ചെയ്ത് തുടങ്ങിയത് എന്നിലൂടെ ഈ പട്ടണത്തിൽ തുടരണമെന്ന്. Praise God. യേശു ചെയ്ത് തുടങ്ങിയത് തുടരുക. അതിനാ സഭയ്ക്ക് എന്തോ നൽകിയത്? പരിശുദ്ധാത്മാവിനെ നൽകിയത്. അപ്പോസ്തലന്മാർ യേശു ചെയ്ത് തുടങ്ങിയത് തുടർന്നു, അല്ലേ? പിതാക്കന്മാർ തുടർന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോ എവിടെയോ ബ്ലോക്കായി പോയി. നമ്മുടെ ജനറേഷനിലേക്ക് വന്നപ്പോൾ എവിടെയോ ബ്ലോക്കായി പോയി. ഇന്ന് രാത്രിയിൽ അതിന്മേൽ കർത്താവ് ജയം തരാൻ പോവാ. യേശു ചെയ്ത് തുടങ്ങിയത് അപ്പോസ്തലന്മാരിലൂടെ തുടർന്നു വരവേ. എപ്പോഴും അങ്ങനെയുള്ള ദൈവപ്രവൃത്തികൾക്കെതിരെ ഉയരുന്ന അതിശക്തമായ നീക്കങ്ങളുണ്ട്. അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതാണ്. 12-ാമത്തെ വാക്യമൊക്കെ വായിച്ചു വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ യേശു ചെയ്തു തുടങ്ങിയത് തുടരുകയാണ്. അങ്ങനെ തുടർന്നു വന്നപ്പോൾ 17, 18, 19 അധ്യായത്തിലേക്ക് വരുമ്പോൾ മഹാപുരോഹിത ശക്തികൾ, സദൂക്യ ശക്തികൾ എഴുന്നേറ്റു. അസൂയ നിറഞ്ഞു. ഒരാമേൻ പറ. അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവില്ല.
എനിക്ക് ഈ അസൂയ പ്രസംഗിക്കാൻ ഇച്ചിരി ഇഷ്ടം കൂടുതലല്ല. തോത്രം എന്തു ഈ അസൂയ എന്ന് പറഞ്ഞാൽ? അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ആർക്കും ഡെഫിനിഷൻ തരാൻ പറ്റുമോ? അസൂയ എന്ന് പറഞ്ഞാൽ പരീക്ഷന്മാർക്കും സദൂക്യന്മാർക്കും അസൂയ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റാത്തത് ഈ സാധാരണക്കാരായ മനുഷ്യരിലൂടെ വെളിപ്പെട്ടു വന്നപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. അതിന്റെ പേരാണ് അസൂയ. അതൊരു വല്ലാത്ത രോഗമാണ്. അതൊരു വല്ലാത്ത അസുഖമാണ്. ആ അസുഖം ഉള്ളവർക്കറിയത്തില്ല, കാണുന്നവർക്കറിയാം. പറഞ്ഞത് മനസ്സിലായി? ആ അസുഖം പക്ഷെ എനിക്കുണ്ടെങ്കിൽ എനിക്കത് അങ്ങോട്ട് മനസ്സിലാകത്തില്ല. പക്ഷെ കാണുന്നവർക്കറിയാം എനിക്ക് അസുഖം ഉണ്ടോന്നു. അപ്പൊ ഇന്ന് രാത്രി ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അടുത്തിരിക്കുന്നതോട് ചോദിക്കണം, മാമേ ഇത്ര വർഷമായിട്ട് എന്നെ പരിചയമുണ്ട്, അങ്ങനെ ഒരു അസുഖം എനിക്കുണ്ടോ എന്ന് ചോദിച്ച് പോകുന്നത് അനുഗ്രഹം. അസൂയ പറഞ്ഞു. അപ്പോസ്തലന്മാരെ പിടിച്ചവിടാക്കി, തടവിലാക്കി. പക്ഷെ എന്താ സംഭവിച്ചതറിയോ? എത്ര അസൂയ പറഞ്ഞാലും, എത്ര തടവിലാക്കിയാലും ദൈവപ്രവൃത്തിയെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. തമ്പുരാന്റെ ദൂതന്മാരിറങ്ങി പൂട്ട് പൊട്ടിക്കാതെ, കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കാതെ അവരെ പള്ളിയിൽ പ്രസംഗിപ്പിച്ചു. നിന്റെ നിയമങ്ങൾ അങ്ങനെ നിൽക്കേ, അങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ തമ്പുരാനെ വരെ പ്രവൃത്തി ചെയ്യാൻ കഴിയും. അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. 33-ാമത്തെ വാക്യത്തിൽ ഇത് കേട്ടപ്പോൾ, ഞാൻ അതിന്റെ ഇടയിലുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല, ഞാൻ ആ വിഷയത്തിലേക്ക് വരിക. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവരെ കൊന്നുകളയുവാൻ ഭാവിച്ചു. ഇങ്ങനെ ഒരു പശ്ചാത്തലം അവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ഗമാലിയേൽ. ഗമാലിയേൽ ധർമ്മോപദേശമാണ് കൊടുത്തിരിക്കുന്നത്. A teacher of the law. ഈ മനുഷ്യന്റെ പാഠമെടുത്തിരുന്നാണ് പൗലോസ് ന്യായപ്രമാണം പഠിച്ചത്. റബ്ബാൻ എന്ന പേരിന് അർഹനായ റബ്ബിമാരിൽ ഏറ്റവും തല ഉയർത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ, എല്ലാവരും ആദരിക്കപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യൻ എഴുന്നേറ്റിട്ട് അദ്ദേഹം ഒരു പ്രീച്ചിങ് നടത്തുക. അതിനകത്ത് 2 പേരുടെ പേരുകൾ പറയുന്നുണ്ട്. തദ്ദാസ്, ഗലീലക്കാരനായ യൂദ. സ്തോത്രം. എഴുന്നേറ്റ് പറയുകയാണ്, തദ്ദാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 400 പേരെ വശത്താക്കി തന്നോട് കൂടെ കൂട്ടി ദൈവപ്രവൃത്തിക്കെതിരെ നിന്നു. പക്ഷേ സംഭവിച്ചത് അവനെ അനുസരിച്ചവർ എല്ലാവരും നശിച്ചുപോയി. സ്തോത്രം. ദൈവപ്രവർത്തിക്കെതിരെ നിൽക്കരുത്. ദൈവദാസന്മാർക്ക് നേരെ കമന്റ് പറയരുത്. വാട്സപ്പിൽ മെസ്സേജ് അയക്കരുത്. ഞാൻ കൈകൂപ്പി പറയുന്നു. പിശാചനെ നോക്കിയിട്ട് എന്തും പറഞ്ഞു. പക്ഷെ ആത്മീക ശുശ്രൂഷകളെയോ ആത്മീയ അനുഭവങ്ങളെയോ ഒരിക്കലും മാറി നിന്ന് വിമർശിക്കരുത്. അതിന്റെ സൈഡ് എഫക്ട് വലുതാണ്. ഇത് കണ്ടു വളർന്ന ഒരാളാണ്. രണ്ടാമത്തെ മനുഷ്യന്റെ പേരാണ് ഗലീലക്കാരനായ യൂദ. തനിക്ക് സംഭവിച്ചത് അങ്ങനെയാണ്. ഇങ്ങനെ 2 പേരെ സാക്ഷി നിർത്തിക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന സദൂക്യരോടും പരീശന്മാരോടും ഈ ഗമാലിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ അവരെ വാൺ ചെയ്യുന്ന ഭാഗമാണിത്. എന്നിട്ടൊരു കാര്യം താൻ പറഞ്ഞു. അതാണ് അതിനകത്ത് 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊണ്ടോണം. അവരുടെ ആലോചനയും പ്രവൃത്തിയോ മാനുഷ്യം എന്ന് വരികിൽ
അത് നശിച്ചു പോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിക്കുവാൻ കഴിയും. നിങ്ങൾക്കത് നശിപ്പിക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരുന്നല്ലോ എന്ന് പറയുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് രണ്ട് പദങ്ങളാണ് എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നെ സ്പർശിച്ചത്. ഒന്ന് മാനുഷ്യം അല്ലെങ്കിൽ മാനുഷികം, രണ്ട് ദൈവീകം. രണ്ട് പദങ്ങൾ വളരെ ആഴത്തിൽ പരിശുദ്ധാത്മാവ് സ്പർശിക്കേണ്ടതായി. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഓഫ് ഗോഡ്, ആക്ഷൻ ഈസ് ഓഫ് മെൻ. മാനുഷ്യം എന്ന് പറഞ്ഞാൽ മാനുഷികമായത്, മനുഷ്യരിൽ നിന്നുള്ളത്. ഈ 5-ാം അധ്യായം ശരിക്കും ധ്യാനിച്ചാൽ, ഞാൻ ശാന്തമായിട്ട് ഈ വെളിപ്പാട് നിങ്ങളുടെ ഉള്ളിലേക്ക് തരാൻ വേണ്ടിയാണ് വളരെ ശാന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ശാന്തത ആരും മുതലെടുക്കരുത്. അഞ്ചാമത്തെ അധ്യായം ശരിക്കും പഠിച്ചാൽ ഒരു പദവും കൂടി നമുക്ക് കിട്ടും, പൈശാചികം. ആദ്യത്തെ പാട്ടിൽ അതാണ് നമ്മൾ കാണുന്നത്. അനന്യാസിനോട് സഫീറോട് ബന്ധത്തിൽ അപ്പോസ്തലന്മാർ ചോദിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തെ സാത്താൻ കൈവശമാക്കിയത് എന്ത്? സാത്താൻ നിങ്ങളുടെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത്? പൈശാചികമായത് അവിടെ സംഭവിക്കുകയാണ്. രണ്ടാമത്തെ പദമാണ് മാനുഷികമായത്. മൂന്നാമത്തെ പദമാണ് ദൈവികമായത്. ആ വാക്യത്തോട് ഞാൻ നീതി പുലർത്താം. ഇന്ന് രാത്രിയിലൂടെ വന്ന ദൈവമക്കളെല്ലാം തിരിച്ചറിഞ്ഞോണം. മാനുഷികമായതാണെങ്കിൽ അത് നശിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ദൈവികമാണെങ്കിൽ നശിപ്പിക്കുന്നവനെ അത് നശിപ്പിക്കും. Praise God. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു ദൈവികമായതിന്റെ കൈമാറ്റം കർത്താവിന് ഈ മീറ്റിംഗിൽ പകരാനുണ്ട്. ഞാൻ കർത്താവോട് ചോദിച്ചു, കർത്താവ് ഇതെങ്ങനെയാ സാധാരണക്കാരായ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ദൈവദാസന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. സാധാരണക്കാരായ വിശ്വാസികൾക്ക്, ദൈവജനത്തോട് അത്ര ബന്ധമില്ലാത്തവർക്ക് ഇതെങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ഭാഗത്തെ എനിക്ക് കുറച്ചുകൂടെ വ്യക്തത വരുത്തിയത് പഴയ നിയമത്തിലെ ഒരു മനുഷ്യന്റെ ജീവിത അനുഭവവുമായി ബന്ധപ്പെട്ടാണ്. അതിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചും കൂടെ നമുക്ക് അടുത്ത് മനസ്സിലാക്കാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ അതിന്റെ 3 മുതൽ ആ ഭാഗങ്ങളാണ് ഈ വിഷയത്തെ കർത്താവ് എന്നോട് പറഞ്ഞ വെളിപ്പാടുകൾ. യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് യെസ്, ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയങ്കി അവൻ ഉണ്ടാക്കിച്ചു കൊടുത്തു. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസേഫ് ഒരു സ്വപ്നം കണ്ടു. അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അവൻ അവരോട് പറഞ്ഞത് വളരെ പരിചിതമായ തിരുവെഴുത്താണ്. നമ്മുടെ വിഷയം മറക്കരുത്. മാനുഷികമായത്, ദൈവികമായത്. മാനുഷികമായതിനെ നാശത്തിന് വിധേയപ്പെടുത്താം, മാനുഷികമായത് നശിക്കപ്പെടാം. പക്ഷെ ദൈവികമായതിനെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവികമായതിനോട് ആരെങ്കിലും പോരാടുന്നെങ്കിൽ അത് ദൈവത്തോട് പോരാടുന്നതിന് തുല്യമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് സഭയെ ഉപദ്രവിക്കാൻ യാത്ര പുറപ്പെട്ട
ശൗലെന്ന മനുഷ്യനോട് അവൻ തമ്പുരാൻ കുതിരപ്പുറത്ത് അടിച്ച് നിരത്തിട്ടിട്ട് അവനോടൊരു ചോദ്യം ചോദിച്ചു, ശൗലേ ശൗലേ, നീ IPC-ക്കാരെ ഉപദ്രവിക്കുന്നത് എന്തെന്നല്ല, ഏജിക്കാരെ ഉപദ്രവിപ്പിക്കുന്നത് എന്തെന്നല്ല, ചർച്ചമുകാരെ ഉപദ്രവിപ്പിക്കുന്നത് എന്തെന്നല്ല, ലോഗോസുകാരെ ഉപദ്രവിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നല്ല, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? തിരിച്ചൊരു ചോദ്യം, നീ ആരാകുന്നു കർത്താവേ? മറുപടി, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് ചിന്തിക്കല്ല. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവനോട് പറയുക, എനിക്ക് വേണ്ടി എന്നോട് എന്റെ വിഷയം ചോദിക്കാൻ ആരുമില്ലല്ലോ ദൈവമേ എന്ന് നീ ചോദിക്കുമ്പോൾ, അപ്പനില്ലാത്തടത്ത്, അമ്മയില്ലാത്തടത്ത്, സഹോദരങ്ങളില്ലാത്തടത്ത്, രക്തബന്ധമില്ലാത്തടത്ത് കൃപ പ്രാപിച്ച, അഭിഷേകം പ്രാപിച്ച, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന അവൻ നിനക്ക് വേണ്ടി ചോദിക്കുക. അവൻ ചലിക്കുന്ന ഒരു കരമുണ്ടെന്ന് ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളെ അടിച്ച്, ആ കരങ്ങളെ തുറന്ന് ആർപ്പിട്ട് ദൈവത്തെ സ്തുതിക്കണം. ഒരു മെസ്സേജ് മാത്രം പറഞ്ഞു പോകാൻ ഇന്ന് രാത്രിയിൽ ദൈവം എന്നെ നിയോഗിക്കുന്നില്ല. ഇതിനകത്തിരിക്കുന്നവരോട് ദൈവത്തിന് ഇടപെടാനുണ്ട്. നിന്റെ മുറിവുകളെ ദൈവത്തിന് കെട്ടാനുണ്ട്. നിന്റെ മനസ്സിന്റെ വേദനകളെ ദൈവത്തിന് രാത്രി പൊട്ടിച്ചു കളയാനുണ്ട്. നീ ഇന്ന് രാത്രി കാറിനകത്ത് പറഞ്ഞുകൊണ്ട് വന്നത്, നിന്റെ ഭാര്യയോട് നീ സംസാരിച്ചത്, ഇന്ന് രാത്രി ഈ പൊളിപ്പിച്ചു നിൽക്കുമ്പോൾ സ്വർഗം എന്റെ ചിന്തക്കകത്തേക്ക് അത് കൈമാറിയിട്ട് അധരങ്ങളിലൂടെ സ്തോത്രം. പിശാച് വെറുതെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. യോബിനെ ചുമ്മാ നോക്കിയതേ ഉള്ളൂ. ചോദ്യം വന്നു, എന്റെ ദാസനായ യോബിനെ നീ ആരാന്ന് നിനക്കറിയോ? എന്റെ ദാസനായ യോബിനെ നീതിമാനാണോ, നിഷ്കളങ്കനാണോ, പാരവെക്കാത്തവനാണോ? നേരുള്ളവനാണോ, ദോഷം വിട്ടകരുന്നവനാണോ, സമ്പത്ത് അകത്ത് കയറാത്തവനാണോ? ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സമ്പന്ന, റൈറ്റ്? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മക്കൾ അമേരിക്ക പോകാൻ വേണ്ടി, കാനഡയ്ക്ക് പോകാൻ വേണ്ടി, കേട്ടില്ല, ഡോക്ടറാകാൻ വേണ്ടി. അയ്യോ, എന്തൊരു പരാജയം നമുക്ക്. എന്തിനാ രാവിലെ എഴുന്നേറ്റ് യോബ് യാഗം കഴിച്ചേ? അറിയാവുന്നവര് പറഞ്ഞു, അവിടെ ഹൃദയം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് എന്തോ മനുഷ്യനെ, പിന്നെ നഷ്ടപ്പെട്ട മക്കളെ എങ്ങനെ ദൈവം തിരിച്ചു കൊടുക്കാതിരിക്കുന്നത്? ദൈവം എവിടൊക്കെയോ തിരിച്ചുകൊണ്ട് പോവുക. രക്തത്താൽ ചെയ്ത് കൺവെൻഷൻ ഉണർന്ന മീറ്റിംഗ് ആണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, ആത്മാവ് പോകുന്ന പോലെ പോകാം. രക്തത്താൽ ചെയ്യ ഹൃദയങ്ങളെ അറിയുന്നതിനകത്തുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഞാൻ കണ്ടതാ ചില ദൈവപ്രവൃത്തികൾ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ചിന്തിച്ചു, ദൈവം ഞാൻ എന്തിനെ റൂട്ട് മാറി പ്രസംഗിക്കുന്നത്? പക്ഷെ 3 ഡിപ്രഷൻ മണ്ഡലത്തിയ ഇന്നലെ രാത്രി ദൈവം പൊട്ടിച്ചു മാറ്റിയത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. ഞാൻ എവിടെയോ വഴിതിരിഞ്ഞ് പ്രസംഗിച്ചു പോയതാ. പക്ഷെ ആ മേഖലകൾ ഡിപ്രഷൻ മൈൻഡിൽ കെട്ടപ്പെട്ട 3 കുടുംബങ്ങളെ കെട്ട് അന്ന് രാത്രി തമ്പുരാൻ അഴിക്കുന്നത് ഞാൻ കണ്ടു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. തലമുറകൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസമല്ല, അവരുടെ
അവരുടെ ജോലിയല്ല, അവരുടെ വിവാഹമല്ല, എൻ്റെ തലമുറ ദൈവത്തിൽ നിന്ന് അകലുന്നു എന്ന വിഷയത്തിന് വേണ്ടി ദൈവസന്നിധി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചൊരു ദൈവത്തിന്റെ മനുഷ്യൻ. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാം ഉയർത്താൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണ് മക്കള് പോയത്? പിന്നെന്താ മക്കള് നഷ്ടപ്പെട്ടെ? ലോകം മൊത്തം ഓടി ആയിരക്കണക്കിന് ആൾക്കാരെ കർത്താവിന് വേണ്ടി നേടി സുവിശേഷാത്മാവോടെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ദൈവത്തിന്റെ മനുഷ്യന്റെ പിതാവ് പാസ്റ്റർ പോൾ കൃഷ്ണകുമാർ. അദ്ദേഹം കർത്താവിന് വേണ്ടി ശക്തിയോട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിശാചി എന്നെ കൊണ്ടങ്ങ് പോയത്. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, പാസ്റ്ററെ, അവൻ നീ വലിയ ശുശ്രൂഷ ചെയ്യുന്നവനല്ലേ, നീ ഒത്തിരി പേരുടെ കെട്ടുകളടിക്കുന്നവനല്ലേ, നീ ഒത്തിരി ഭ്രാന്തന്മാരുടെ ചങ്ങല പൊട്ടിക്കുന്നവനല്ലേ, എന്താണ് നിന്റെ തലമുറയ്ക്ക് വിടുതലില്ലാത്തത്? എന്താ നിന്റെ തലമുറയെ നീ പ്രാർത്ഥിച്ച് നേരെയാക്കാത്തത്? തല താഴ്ത്തി പലയിടങ്ങളിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, രക്തത്താൽ ജയമെടുക്കുമ്പോ. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു വെളിപ്പാട് കണ്ട് പറയുകയാ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രാർത്ഥിക്കുന്ന നിന്റെ വീടിനകത്ത് നിന്റെ രക്തബന്ധങ്ങൾ നിമിത്തം, സഹോദര ബന്ധങ്ങൾ നിമിത്തം ആരെങ്കിലും ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ നടുവിൽ ഏറ്റവും സൗന്ദര്യമുള്ളവനെ നിനക്ക് മടക്കി തന്നുകൊണ്ട് എന്റെ കുടുംബത്തിൽ ഇറങ്ങിയ ദൈവത്തിന്റെ കരം പ്രവാസ ജീവിതത്തിനകത്ത് നെഞ്ചുപൊട്ടി തലമുറകളെ ഒന്നും നേരെയാക്കാൻ പറ്റാതെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ വേദന ചുണ്ടിക്കൊണ്ട് ഇന്ന് രാത്രി നീ ഇവിടെ വന്നിരിക്കുമ്പോ ദൈവത്തിന് പറയാതൊരു ദൂതുണ്ട്. നിന്റെ കുഞ്ഞിന്റെ പേരിൽ നീ കണ്ണുനീർ ഒഴുക്കിയെങ്കിൽ അത് നഷ്ടമായി ഭാഗത്തിൽ. രക്തത്താൽ ജയമെടുക്കുന്നു. നിന്റെ തലവരുടെ പേരിൽ ഒരു തുള്ളി കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ നീ കാണും ഇതുപോലെ നിൽക്കുന്നേ, നീ കാണും ഇതുപോലെ നിൽക്കുന്നേ. നിക്കത്തിന്റെ പറയലേ, നിക്കത്തില്ല. 2001 വീട് വിട്ടിറങ്ങിയവനാ ഞാൻ. വീട് വിട്ടിറങ്ങി അന്നെ പിതാവ് കത്തി നിൽക്കുകയാണ്. ഞാൻ ബോംബെക്ക് പോവുക. അപ്പൊ എൻ്റെ മമ്മി അവിടെ നിന്ന് കരയുന്നുണ്ട് വാതിക്ക്. എൻ്റെ പപ്പ കരയത്തില്ല, ഹൃദയത്തിൽ കരയുന്നുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ പോകുമ്പോ സാക്ഷ്യങ്ങൾ റിപ്പീറ്റേഷൻ വരുമ്പോൾ ക്ഷമിക്കുക. എൻ്റെ പിതാവ് പറഞ്ഞു, നീ പൊയ്ക്കോടാ, നീ ഇതിന് ഇഷ്ടത്തിൽ പൊയ്ക്കോ, കുഴപ്പമില്ല, ഞാൻ തന്നെ വിട്ടേക്കുക. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, നീ എവിടെ പോയാലും നീ ഒരു സുവിശേഷകനായി മടങ്ങി വരും. അഹങ്കാരത്തിന്റെ ഭാഷയിൽ പുച്ഛ മനോഭാവത്തോടെ എൻ്റെ പിതാവിന് നേരെ നിന്ന് മുഖം തിരിച്ച് ഞാൻ പറഞ്ഞു, തെണ്ടാനിറങ്ങിയാൽ ഈ പദമാ പറഞ്ഞു, ഞാനൊരു ഉപദേശിയായി മാറത്തില്ല, ഇത് പ്രതിജ്ഞയാ. പക്ഷെ ഇന്ന് രാത്രിയിൽ എനിക്ക് വേണ്ടി വീണ്ടും കണ്ണുനീർ. ഇതുപോലെ കുഞ്ഞു പ്രായത്തിൽ ചെന്ന് ആരാധനയ്ക്ക് മനസ്സില്ലാതിരിക്കുമ്പോഴും ദൈവത്തിന്റെ ദാസന്മാർ വിരൽ ചൂണ്ടി പറഞ്ഞ ദൂത് ഇന്ന് രാത്രിയിൽ പ്രവചനമില്ലെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ തെറ്റിപ്പോയി, ദൂതില്ലെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ തെറ്റിപ്പോയി. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, നിന്റെ കുഞ്ഞിനെ കുറിച്ചൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ ശുശ്രൂഷയെ കുറിച്ചൊരു ദൂത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാതെ അപ്പൻ ഇരിക്കത്തില്ല. അതാ മൂന്നാമത് ഈ ഹോളിൽ, ഈ ഫാമിൽ ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നത് ഞാൻ ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന മനുഷ്യനായതുകൊണ്ടല്ല, ഞാനൊരു സാധുവായ സുവിശേഷകനാ. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ജീവിക്കുന്നു. മടങ്ങി വരട്ടെ. യോസഫിന്റെ ജീവിതത്തിൽ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആ വാക്യത്തിൽ കിടപ്പുണ്ട്. ഒന്ന്, അപ്പനിൽ നിന്ന് ലഭിക്കപ്പെട്ട നിലയങ്കി. വളരെ അലങ്കാരപ്പടിയോടുകൂടി ഒറ്റത്തുന്നലിൽ പണിതെടുത്ത് പാദം വരെ കിടക്കുന്നൊരു കുപ്പായത്തെയാണ് നിലയങ്കി എന്ന് പറയുന്നത്. 2, ദൈവത്തിൽ നിന്ന് ലഭിക്കപ്പെട്ട സ്വപ്നം. അപ്പനിൽ നിന്ന് ലഭിക്കപ്പെട്ട
നിലയങ്കി അത് മാനുഷികമാ, അത് മനുഷ്യന് കിട്ടിയതാ, അത് മാനുഷികമായതാ. ദൈവത്തിൽ നിന്ന് ലഭിക്കപ്പെട്ട സ്വപ്നം അവന്റെ കുടുംബ സ്വത്തല്ല. യോസഫ് എന്ന ദൈവ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിർണയത്തിന്റെ പാക്കേജ. ആ സെക്കൻഡുകൾ മാത്രം നീണ്ടു നിന്ന സ്വപ്നം, അതിന് ഞാൻ ദൈവീകമെന്ന് പേര് കൊടുക്കും. അപ്പനിൽ നിന്ന് ലഭിക്കപ്പെട്ട നിലയങ്കി മാനുഷികവും, ദൈവത്തിൽ നിന്ന് ലഭിക്കപ്പെട്ട സ്വപ്നം ദൈവീകവും. ഇനി നമുക്ക് കുറച്ചുകൂടെ ആ വാക്യവുമായി ബന്ധപ്പെട്ട് വ്യക്തത വരും. എന്താ സംഭവിച്ചത്? നമുക്ക് ചരിത്രങ്ങൾ അറിയാവുന്നവരാ, ഇതിനകത്തിരിക്കുന്നവരെല്ലാം തന്നെ. അപ്പനിൽ നിന്ന് മറ്റു സഹോദരന്മാർക്ക് ഒന്നും ലഭിക്കാത്ത, അപ്പന്റെ സ്നേഹത്തിന്, അപ്പന്റെ വാത്സല്യത്തിന് ഇടം കൊടുത്ത യോസഫ് എന്ന പുത്രന് സഹോദരന്മാർക്ക് നൽകാത്ത മനോഹരമായ നിലയങ്കി കൊടുത്തു. രണ്ട്, തന്റെ കുടുംബത്തിനകത്ത് മറ്റാർക്കും ലഭ്യമല്ലാത്ത ദൈവികമായൊരു സ്വപ്നം ദൈവം യോസഫിന് കൊടുത്തു. സ്തോത്രം. ഇനി നമുക്ക് ഈ വിഷയം കുറച്ചുകൂടെ വ്യക്തത വരും. ആ 37-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവർ അവനെ 18 മുതലുള്ള വാക്യങ്ങൾ അവർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്ത് വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവീൻ, നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ട് കളകാം, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നു കളഞ്ഞു എന്ന് പറയാം. അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. വാക്യങ്ങൾ ശ്രദ്ധിക്കണേ. അവർ അവനെ ദൂരത്തിൽ നിന്ന് കണ്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്തു വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. കൊല്ലേണ്ടതിന് ദുരാലോചന ചെയ്തു. പൈശാചികമായതൊന്ന് എഴുന്നേറ്റു വരികയാണ്. എന്താ ഇതിന്റെ ഉദ്ദേശം? ഇതിന്റെ ലക്ഷ്യം എന്താ? ഇവനെ കൊല്ലുക. എന്തിനാ കൊല്ലേണ്ടുന്ന കാരണം എന്താ? കാരണം വ്യക്തം. ദാണ്ടെ അപ്പൻ കൊടുത്ത മനോഹരമായ വർണ്ണപ്പകിട്ടാർന്ന നിലയങ്കിക്കാരൻ, എന്റെ പ്രസംഗ ഭാഷയെ പറഞ്ഞാൽ അങ്കിക്കാരൻ വരുന്ന നല്ല സഹോദരന്മാർ പറഞ്ഞത് സ്വപ്നക്കാരൻ വരുന്നു. സ്വപ്നക്കാരൻ വരുന്നു. പൈശാചിക മണ്ഡലങ്ങൾ ദൃഷ്ടി വച്ചത് മുഴുവനും അവന്റെ അങ്കിയേക്കാൾ ദൈവത്തിൽ നിന്ന് ലഭിക്കപ്പെട്ട ദൈവികമായ സ്വപ്നത്തിന് ദൃഷ്ടി വെച്ച് സ്വപ്നക്കാരൻ വരുന്നു. ഈ അങ്കി അപ്പൻ യോസഫിന് കൊടുത്തപ്പോ സഹോദരന്മാർക്ക് ഇഷ്ടപ്പെട്ടോ? നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ ബാക്കി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഇവരോട് എന്ത് തോന്നി? അസൂയ തോന്നി. പക്ഷെ കൊല്ലണമെന്നുള്ളൊരു മനോഭാവം തോന്നി. കൊല്ലണമെന്നൊരു മനോഭാവം തോന്നിയില്ല. അസൂയ തോന്നി. അവനെ പകച്ചു. അത്രമാത്രമേ സംഭവിച്ചുള്ളൂ. പക്ഷേ ഇവനിനി ജീവിച്ചിരിക്കേണ്ടത്, ഇവനെ കൊല്ലണമെന്ന മനോഭാവം ഉരുത്തിരിഞ്ഞത് എവിടം മുതലാണെന്ന് ചോദിച്ചാൽ മാനുഷികമായ അങ്കിക്ക് അവൻ അർഹനായപ്പോഴല്ല, ദൈവത്തിൽ നിന്നുള്ള ദൈവികമായ ഒരു സ്വപ്നത്തിന് അവൻ അർഹനായപ്പോഴാണ്. ശുശ്രൂഷയ്ക്കെതിരെ പോരാട്ടങ്ങൾ ശക്തി പ്രാപിക്കുന്നത്, സഭയുടെ വളർച്ചയ്ക്കെതിരെ പോരാട്ടങ്ങൾ ശക്തി പ്രാപിക്കുന്നത്, കുടുംബത്തിനെതിരെ
പോരാട്ടങ്ങൾ ശക്തി പ്രാപിക്കുന്നത് എവിടെ മുതലാണെന്ന് ചോദിച്ചാൽ സൗദി അറേബ്യയിൽ കടന്നു വന്ന് നല്ലൊരു ജോലി കിട്ടിയപ്പോ മുതലല്ല. അതോ കാര്യം നമ്മളെക്കാളും നല്ല ജോലി മറ്റവർക്കുണ്ട്. ഓന്റെ പാർട്ടിക്കുണ്ട്. നമ്മളെക്കാളും ശമ്പളം മറ്റവർക്കുണ്ട്. നമ്മളെക്കാളും വിദ്യാഭ്യാസം മറ്റവർക്കുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ദൂത് കേട്ടെ, വെല്ലുവിളികൾ ശക്തമാകുന്നത് എവിടം മുതലാണെന്ന് ചോദിച്ചാൽ നീ സൗദി അറേബ്യയിൽ വന്നപ്പോ മുതലല്ല, മിനിസ്ട്രിയിൽ നേഴ്സായപ്പോ മുതലല്ല, ശമ്പളം നന്നായി കിട്ടി തുടങ്ങിയപ്പോ മുതലല്ല, നാട്ടിൽ 2 നിലയുടെ നല്ലൊരു വീട് വെച്ചപ്പോ മുതലല്ല. അതിനകത്തൊക്കെ കൊച്ചു അസൂയ തോന്നിയെന്നേ ഉള്ളൂ. തോന്നട്ടെ, നല്ലതാ. തോന്നിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നത് നല്ലതാ. സ്തോത്രം. പക്ഷേ ഇവനെ കൊന്നുകളയണമെന്നുള്ള അതിശക്തമായ ഗൂഢാലോചനകൾ, ദുരാലോചനകൾ അന്യരിൽ നിന്നല്ല, സ്വന്തം വീട്ടിനകത്ത് നിന്ന്, സ്വന്തം കുടുംബത്തിൽ നിന്ന്, സ്വന്തം രക്തബന്ധത്തിൽ നിന്ന് രക്തത്താലും വചനത്താലും ജയമെടുക്കുകയാണ്. ഉയർന്നത് എവിടം മുതലാണെന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, അവൻ ദൈവത്തിൽ നിന്ന് ദൈവികമായതെന്തോ നിന്റെ മേൽ വീഴാൻ തുടങ്ങി, നിന്റെ മേൽ വെളിപ്പെടാൻ തുടങ്ങി, നിന്റെ സഭയ്ക്കകത്ത് സംഭവിക്കാൻ തുടങ്ങി. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ദൈവത്തെ ഇന്ന് രാത്രി സ്തുതിച്ചാട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു, രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു, രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. എന്നിട്ട് നാടെ സ്വപ്നക്കാരൻ വരുന്നു, ഡ്രീമർ വരുന്നു. ഇംഗ്ലീഷിൽ അങ്ങനെ കൊടുത്തിരിക്കുന്ന അർത്ഥം അല്ലേ? എന്താ? ഡ്രീമർ, നോട്ട് ഡ്രമ്മർ. അതുകൊണ്ട് ഡ്രമ്മർ അല്ല, ഡ്രീമർ. സ്വപ്നക്കാരൻ വരുന്നു. ഇനി കേട്ടോ, അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്താ അടുത്ത വാക്ക്? ആ ആ ആ, നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കേ. അവന്റെ സ്വപ്നങ്ങൾ എന്താകും എന്ന് കാണാം. എന്നെ പ്രാർത്ഥനാ മുറിയിൽ ആത്മാവിൽ ജ്വലിപ്പിച്ച ഒരു വെളിപ്പാടാത്. അവന്റെ സ്വപ്നങ്ങൾ എന്താകും എന്ന് ഇന്ന് രാത്രി ഞാനൊരു വെളിപ്പാട് പറയട്ടെ. അച്ചാച്ചന്മാർക്ക് മനസ്സിലായി പാസ്റ്റേ, സഹോദരന്മാർക്ക് മനസ്സിലായി പാസ്റ്റേ, ഈ സ്വപ്നങ്ങൾ ഇവനെ എന്തോ ആക്കും. ഓ, ഈ സ്വപ്നങ്ങൾ ഇവനെ എന്തോ ആക്കുമെന്ന് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഞാൻ പറയട്ടെ. നിന്റെ മേൽ വീഴപ്പെട്ട ദൈവികമായത് ഈ ഒരവസ്ഥയിൽ തുടരാൻ നിന്നെ അനുവദിക്കത്തില്ല. നിന്നെ എന്തോ മാറ്റി മാറ്റുന്ന അതിനകത്തൊരു മർമ്മം കിടപ്പുണ്ട്. ഈ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നിങ്ങൾ കേട്ടെ, എന്താകുമെന്ന്. അതിനർത്ഥം ഈ സ്വപ്നങ്ങൾ ഇവനെ എന്തോ ആക്കും, പക്ഷെ എന്താക്കുമെന്നറിയില്ല. കബഡി നിരത്തി നോക്കി, മന്ത്രം എടുത്ത് പോയി നോക്കി, പക്ഷെ ആർക്കും വെളിപ്പെടുന്നില്ല. നിങ്ങളുടെ വാക്യം വായിച്ചിട്ടുണ്ടോ? 1 Corinthians 2:9-10 ഇതുമായി ബന്ധപ്പെടുന്ന ഒരു വാക്യ, നമുക്കറിയാവുന്ന വാക്യ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കണ്ടു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല,
ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. വാക്യം പരിചിതമാണ്, എല്ലാവരും ഉണ്ടല്ലേ? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏത് ടെൻസിലാ? 3 ടെൻസുകളെന്നാണ് എന്റെ വിശ്വാസം. പാസ്റ്റ് തെറ്റാണെന്ന് പറ പിള്ളേരെ. പിന്നെ പ്രസന്റ് ഇതേ ടെൻസിലാ. അപ്പൊ ഞാനാ ചോദിച്ചത് തെറ്റായി. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഞാൻ ക്ഷമിക്കണം, എനിക്ക് ഈ വചനം വ്യാഖ്യാനിക്കുമ്പോ അതിന്റെ പശ്ചാത്തലങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ വചനം ഞാൻ ഈ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ സംസാരിക്കുന്നു, മറ്റേ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് പാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? ഒരുക്കിയിട്ടുണ്ട്, ഒരുക്കി വെച്ചിരിക്കുക. ഞാൻ എത്ര വയസ്സ് വരെ ഉണ്ടോ അതുവരെ ഉള്ളത് അങ്ങനെ ചിന്തിച്ചു. ആ വാക്യം പറയാൻ പാടില്ല എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ക്ഷമിക്കുമല്ലോ. ഓ ദൈവം കഴിക്കട്ടെ. ഒരുക്കിയിട്ടുള്ളത്. പിന്നെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, പിശാചിന് ഒരു കാര്യം അറിയാം, അച്ചാച്ചന്മാർക്ക് ഒരു കാര്യം അറിയാം. ദൈവം എന്തോ ഇവരെ ചെയ്യാൻ പോവാ. ദൈവം എന്തോ ഒരുക്കിയിട്ടുണ്ട്. എന്താ ഒരുക്കിയെന്ന് അറിയത്തില്ല. അതെങ്ങനെ നിനക്ക് മനസ്സിലായോ? നിനക്കെങ്ങനെ അത് മനസ്സിലായി? ദൈവം വെളിപ്പെടുത്തില്ലല്ലോ. അതെ, ഇവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. മനസ്സിലായോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ പിശാചിനറിയാം. ദൈവത്തെ സ്നേഹിക്കുന്ന നിനക്ക് ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. പിശാചിന് എന്താ ഒരുക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ദൈവത്തോടുള്ളതിന്റെ സ്നേഹം, അടങ്ങാത്ത ദാഹം, അടങ്ങാത്ത വാഞ്ച കാണുമ്പോ പിശാചിനറിയാം ഇത് സാധാരണ ലെവലിൽ തീരത്തില്ല. അത് ഉണർവെന്ന് കേട്ടപ്പോ അവൻ 4 മണിക്കൂർ യാത്ര ചെയ്ത് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. സ്തോത്രം. രക്തത്താൽ ജയമെടുക്കുക. ഇന്ന് രാത്രി ദൂത് മനസ്സിലാക്കുന്നുണ്ടോ? എന്താ ഒരുക്കി വെച്ചേക്കെന്ന് അറിയത്തില്ല, പക്ഷെ എന്തോ ഒരുക്കിയിട്ടുണ്ട്. റീസൺ, ഇവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. വേറൊന്നും ഇന്ന് രാത്രിയിൽ വേണ്ട. ദൈവം സ്നേഹിക്കുന്നവനല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യോഹന്നാന്റെ മകനായ ശിമോനേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ചോദ്യം അറിയാലോ. എപ്പോഴാ ചോദിക്കുന്നത് അറിയാലോ. പടകും വലയൊക്കെ വിട്ട് അകന്നുപോയി ആ പത്രോസിന് ലൂക്കോസിന് സുവിശേഷം എടുക്കണ്ട 5-ാം അധ്യായത്തിൽ കർത്താവ് കൊടുത്തു തുടങ്ങിയ മീൻ അവിടെയും തുടർന്നു. മനസ്സിലായില്ല? ലൂക്കോസ് 5-ൽ പത്രോസ് പാസ്റ്റല്ല, പാപിയാണ്. പക്ഷെ യോഹന്നാൻ 21-ൽ പത്രോസ് പാസ്റ്റർ. കേട്ടില്ല? പാപിയായ പത്രോസിന് മീൻ കൊടുത്തു തുടങ്ങിയ കർത്താവ് മീശയെല്ലാം എടുത്തു. മീശ വെക്കുന്ന ഭാഷമാരുണ്ട്, നമ്മൾ ഉൾക്കൊള്ളത്തില്ലെങ്കിൽ സ്വന്തം പറഞ്ഞു. മീശയിൽ താടി എന്ന് അനുഗ്രഹിക്കട്ടെ. പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, മീശ വെക്കുന്ന ഭാഷമാരുണ്ട്, മീശ താടി വെക്കുന്നവരുണ്ട്, ഫുൾ ക്ലീൻ ഷേവിഷൻ. നമ്മുടെ കേരളത്തിലെ ഒരു സിസ്റ്റം അനുസരിച്ച് അല്ലേ മീശ വെക്കുന്ന ഭാഷയെ ഉൾക്കൊള്ളാൻ പാടാണ്. അല്ലെങ്കിൽ താടി കൂടെ ഉണ്ടായിരിക്കണം. അത്ര പറഞ്ഞു വിടുക. എല്ലാം ഓക്കെയാ. പക്ഷേ കർത്താവിനെ വിട്ട് പോയതല്ല, പോയപ്പോൾ കുറച്ച് പേരെ കൊണ്ട് അവര് പോയത്. വലിയ കൃപയാണ്. മറ്റുള്ളവർ ചിന്തിച്ചിട്ട് പോലുമില്ല. അവരോട് ചോദിക്കാം, ഞാൻ പോവാന്നില്ല. അവര് പോകുന്ന കാര്യം ചിന്തിച്ചിട്ട് പോലും. അങ്ങനെ നല്ല സ്വഭാവമുള്ളവരുണ്ട്. പോകുന്ന ഇത് ഒറ്റയ്ക്ക് പോയിക്കോളും. ഇവിടെ പ്രത്യേകിച്ച് ആരോടും കടപ്പാട്, ഇവിടെ കല്യാണം നടത്താനില്ല, മരിച്ച അടങ്ങാനൊന്നുമില്ല. സ്തോത്രം.
എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഈ പാപിയായിരുന്നപ്പോ അതിനേക്കാൾ വലിയ പാപി ഇപ്പൊ ആര്? ബൈബിള് കഷത്തിൽ വെച്ച പത്രോസ് ചെയ്യുന്നത്. എന്നിട്ടും അവിടെ കൊടുത്തു തുടങ്ങിയ മീൻ കർത്താവ് പിന്നെ തുടർന്നു. അതാ കർത്താവ്. എന്നിട്ടോ മീൻ കൊടുത്തത് മാത്രമല്ല, ഇതുവരെ കൊടുക്കാത്തൊരു കാര്യം കൂടെ കൊടുത്തു. കരയിലേക്ക് വന്നപ്പോ ക്ലൈമറ്റ് അനുസരിച്ചുള്ള ഫുഡ്. നമ്മൾ അതിനെ പറയും ചൂടാക്കി തിന്നോളാം, സ്വതന്ത്രം പറയാം. ക്ഷമിക്കണം പ്ലീസ്. ഏത് ക്ലൈമറ്റിലാണ് അവർ നിൽക്കുന്നത്? തണുപ്പാ. കർത്താവ് കൊടുത്തതോ നല്ല തണുത്ത് ഫ്രീസ് ആയി. സ്വതന്ത്രം പറയാം. പല്ല് കഴിഞ്ഞ് അപ്പത്തിന് 2 കിലോ ഏത്തയ്ക്കാൻ മേടിച്ചോണ്ട് പോകുന്ന ആൾക്കാരുണ്ട് ഹോസ്പിറ്റലിൽ കാണാൻ. ഹലോ, നിങ്ങൾ ആരും ഇല്ല. നമ്മൾ കടയിൽ ചെന്ന് ചോദിച്ചപ്പോ ആപ്പിളിന് 180, 220 ഒക്കെയാ. 220, ഏത്തയ്ക്ക് 60. ഏത്തക്കയുടെ ഒരംശം പിന്നെ അപ്പത്തിന് പല്ലില്ല. എങ്കിലും നമ്മൾ പോകുമ്പോ എന്തെങ്കിലും നിങ്ങളുടെ ആരും ഇവിടെ ഇല്ലല്ലോ. ബൈസ്റ്റാൻഡറിന് വേണ്ടിയാ. ദൈവം അനുഗ്രഹിക്കാം. സ്തോത്രം. നമ്മളൊക്കെ പ്രസന്റേഷൻ കൊണ്ടുപോകുന്നവരല്ലേ? വീടുകളൊക്കെ, വീടിന്റെ ഡെഡിക്കേഷൻ ഒക്കെ അല്ലേ? പ്രസന്റേഷൻ കൊണ്ടുപോകും. പഴയ ആൾക്കാരെ കൊണ്ടുപോകും. പ്രസന്റേഷൻ വേണ്ടി ഞാൻ കടയിൽ കയറുമ്പോഴേ ഒരുമാതിരിയുള്ളവരൊക്കെ അവിടുത്തെ സെയിൽസ് മാനോടോ സെയിൽസ് ഗേളിനോടോ വിളിച്ചു പറയും, ഓഫർ വല്ലോ? അപ്പൊ അവര് പറയും ഉണ്ട്. 2500 സാധനമാണ് ഇപ്പൊ ഓഫറിന് 750 കിട്ടി. ഈ ഓഫർ വെക്കുന്ന സാധനമെല്ലാം വലിയ ഗുണമില്ലാത്താന്ന് ഓർത്തോളം. ഇവിടുത്തെ എനിക്കറിയത്തില്ല. 750 രൂപയുടെ പ്രസന്റേഷനും കൊടുക്കും, 2500 കഴിപ്പും കഴിച്ചിട്ടാ വരുന്നത്. അത്രയും പറഞ്ഞാൽ ഭാഗം എന്ത് വായിക്കോട്ടെ. സ്തോത്രം, 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 സ്തോത്രം. എന്താ പറഞ്ഞു വന്നേ? ക്ലൈമറ്റ് അനുസരിച്ചുള്ള ഫുഡ് യേശു കൊടുത്തു. സ്തോത്രം. ക്ലൈമറ്റ് അനുസരിച്ചുള്ള ഫുഡ് യേശു കൊടുത്തു. ഇത് കർത്താവിന് വിശ്വസ്തത. അപ്പൊ മീനും ക്ലൈമറ്റ് അനുസരിച്ചുള്ള ഫുഡും യേശു കൊടുത്തത് നിനക്ക് യേശുവിനോടുള്ള സ്നേഹം കൊണ്ടല്ല, യേശുവിന് നിന്നോടുള്ള സ്നേഹമാണ്. ഈ കർത്താവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ തുടങ്ങിയ പിന്നെ തീരത്തില്ല. അതുകൊണ്ട് യൂദയെ കുറിച്ച് പറഞ്ഞ അവസാനത്തോളം. വേഗത്തെ കുറിച്ച് ഞാനൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ എന്തിന് തീളോ അല്ലേ? പക്ഷേ യൂദയോട് യേശു സ്നേഹിച്ച സ്നേഹം എങ്ങനെ? അവനെ അവസാനത്തോളം ട്രസ്റ്റിയായിട്ടിരുന്നപ്പോഴല്ലേ രാജിവെച്ചപ്പോഴും. ട്രസ്റ്റിയായിട്ടിരുന്നത് മാത്രമല്ല, മോട്ടിച്ച് രാജിവെച്ച് കള്ളനാന്ന് തെളിഞ്ഞിട്ടും അവനെ യേശു സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ ആഴത്തിൽ വന്ന് സ്വന്തം പറഞ്ഞു. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. പക്ഷെ യേശു ചോദിക്കുക, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കും. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഒരു ദൂതി ഞാൻ പറഞ്ഞ ആ ഭാഗം പിടിക്കുക. സ്തോത്രം. നമുക്ക് ഈ മീൻ കിട്ടുന്നതും കനലിൽ ചുട്ട അപ്പം കിട്ടുന്നതും ഭൗതികമായ നന്മകൾ കിട്ടുന്നതും നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതിന്റെ തെളിവല്ല. ഒന്നാലുമില്ല. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നതിന്റെ തെളിവാണ്. യേശു നമ്മെ സ്നേഹിക്കുന്നതിന്റെ തെളിവാണൊക്കെ. ഇതെല്ലാം കിട്ടിയ പത്രോസിനോട് യേശു ചോദിക്കുന്നു, എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യം ചോദിച്ചു. അവസാനം 3ാമത്തെ പ്രാവശ്യം ചോദിച്ചു, നിനക്ക് എന്നോട് പ്രിയം ഉണ്ടോ? പത്രോസിന്റെ മറുപടി, നീ സകലവും അറിയുന്നു. എന്നിട്ട് അവസാനത്തെ ഭാഗം ഇങ്ങനെ ഭാഷ നിർത്തിയിരിക്കുന്നത്, 3ാമത്തെ പ്രാവശ്യം നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിക്കാൻ അവൻ ദുഃഖിച്ചു. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് പീറ്റർ വാസ് ഡീപ്ലി ഹർട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പീറ്റർ വാസ് ഡീപ്ലി ഹർട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവന്റെ ആന്തരിക മണ്ഡലങ്ങൾ തകർന്നെന്ന്, അവന്റെ ഹൃദയം ഉടഞ്ഞെന്ന്, രക്തത്താൽ ജയമെടുക്കുകയാ. ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് യേശു സ്നേഹിക്കുന്നവരെയല്ല വേണ്ടിയവർ, യേശുവിനെ സ്നേഹിക്കുന്ന പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. 139 സങ്കീർത്തനം അതിന്റെ
16 വാക്യമാണ്. വേഗത്തിൽ എടുക്കുക. 139 16 വാക്യമാണ്. ഞാൻ ഗുണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഇന്ന് രാത്രിയിൽ ദൂത് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ സ്വപ്നം ഇവന് എന്തോ ആക്കും, പക്ഷെ എന്താകുമെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ 139:16 പറയുന്നു, unformed substance. Unformed substance എന്ന് പറഞ്ഞാൽ എനിക്കൊരു രൂപം ഇല്ലാതെ ഇരിക്കുമ്പോൾ നീ എന്നെ കണ്ടു. അടുത്ത പദം, അപ്പോയിന്റ്മെന്റായി നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയല്ലോ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, നമ്മൾ ഒന്നുമല്ലാതിരുന്നപ്പോ എന്താകുമെന്ന് എഴുതിയ ഒരേ ഒരു പുസ്തകം. മനസ്സിലാകോ? എല്ലാ ടെൻഷനുകളും ഇന്ന് രാത്രി ഇറങ്ങിപ്പോണം. തലമുറയെ കുറിച്ചുള്ള ഭാരങ്ങൾ ഇറങ്ങിപ്പോണം. ജോലിയെ കുറിച്ചുള്ള ഭാരങ്ങൾ ഇറങ്ങിപ്പോണം. ശുശ്രൂഷയെ കുറിച്ചുള്ള ആകുലത ഇറങ്ങിപ്പോണം. നിനക്കിന്നും വ്യക്തമാകാത്തത്, സാത്താന്റെ ശക്തിക്ക് വ്യക്തമാകാത്തത് തമ്പുരാൻ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഉരുൾപൊട്ടലിൽ പുസ്തകം പോകത്തില്ല, സുനാമിയിൽ പുസ്തകം പോകത്തില്ല, അവൻ എത്ര കൊടുങ്കാറ്റടിച്ചാൽ ആ പുസ്തകം പോകത്തില്ല. അത് ദൈവത്തിന്റെ പുസ്തകമാണ്, അത് സ്വർഗത്തിരിക്കുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അവൻ തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിയമിക്കപ്പെട്ട നാളുകൾ എപ്പോഴാ? അപ്പോയിന്റ്മെന്റ് ടൈം. നിന്നെ എന്താകുമെന്നുള്ള അപ്പോയിന്റ്മെന്റ് ദൈവം നിനക്ക് തന്നത് എപ്പോഴാ? ഒന്നും ഇല്ലാതെ ഇരുന്നപ്പോൾ. ഒരുപക്ഷെ പ്രവാചകൻ സെറ്റപ്പും ഗെറ്റപ്പും കണ്ട് ദൂത് പറഞ്ഞേക്കാം. പ്രൈസ് ഗോഡ്. വരുന്ന കാറിന്റെ വലിപ്പം കണ്ട് ദൂത് പറഞ്ഞേക്കാം. പക്ഷെ തമ്പുരാൻ നിന്നോട് സംസാരിക്കുന്നത്, തമ്പുരാൻ എഴുതി വെച്ചിരിക്കുന്നത് നീ ഒന്നും അല്ലാതിരിക്കുമ്പോഴാ. അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയട്ടെ, നീ എന്താകുമെന്ന് ദൈവം എഴുതി വച്ചിരിക്കുന്ന ആ പുസ്തകത്തിൽ നിന്ന് ഒരു വരി പോലും ഒരു പൈശാചിക ലോകത്തിനും വെളിപ്പെടുത്തി കൊടുക്കുന്നവരല്ല എന്റെ ദൈവം. ഹല്ലേലൂയ. അത് ദൈവം വെളിപ്പെടുത്തത്തില്ല കേട്ടോ. അത് ദൈവം വെളിപ്പെടുത്തും നമുക്കോ ദൈവം തന്റെ ആത്മാവിൽ അത് വെളിപ്പെടുത്തുക. ഇന്ന് രാത്രിയിൽ ആത്മാവുള്ളവന് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കോ. ആത്മാവുള്ളവന് ദൈവത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കോ. എന്തായി തീരുമെന്ന് പ്രൈസ് ഗോഡ്. നിങ്ങൾ കേട്ടെ, സഹോദരന്മാർക്ക് മനസ്സിലായി ഇവനിൽ പകർന്നിരിക്കുന്ന ദൈവികമായ സ്വപ്നം ഇവനെ എന്തോ. എന്നിട്ട് അവരൊന്നാമത് ചെയ്തത് അപ്പൻ കൊടുത്ത മനോഹരമായ നിലയങ്കി ഊരി അതിന്റെ വർണ്ണവും പകിട്ടും എല്ലാ കളറെല്ലാം കളഞ്ഞ്, സ്തോത്രം, ഒരാട്ടിൻകുട്ടിയുടെ രക്തത്തിൽ അതെന്ത് ചെയ്തു? മുക്കി രക്തത്താൽ ജയം അവനെ കുഴിക്കകത്തിട്ടു. അറിയാത്ത ഭാഗമാണ്, വെളിപ്പാട് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. യോസഫെ, അപ്പനിൽ നിന്ന് ലഭിച്ച മാനുഷികമായത് ആർക്കും ഊരാൻ പറ്റുന്നതാണ്, ആർക്കും ഊരി മാറ്റാൻ സാധ്യമുള്ളതാണ്, ഊരിപ്പോകാൻ സാധ്യമുള്ളതാണ്, മാറ്റപ്പെടാൻ സാധ്യതയുള്ളതാണ്. മാനുഷികമായി നമുക്ക് ലഭ്യമായതെല്ലാം ആണോ? സ്തോത്രം. കാരാഗൃഹ പ്രമാണിക്ക് യോസഫിനോട് ഇഷ്ടം തോന്നി. അതൊരു ആത്മാർത്ഥതയുടെ ഇഷ്ടമല്ല. ഇവൻ ആ വീട്ടിൽ കാല് വെച്ചപ്പോ മുതൽ
ആ വീടിന്റെ ബിസിനസ് അങ്ങ് കയറി. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി, കൊള്ളാം, എന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്താൻ ഇവനെ കൊള്ളാം. ഇവൻ കാല് വെച്ചപ്പോ മുതൽ എനിക്ക് അടിക്കടിക്കങ്ങ് ചെയ്യാം. ജോസഫേ, ഞെളിയണ്ട. ഇപ്പൊ കിട്ടിയ പ്രൊമോഷനിൽ ഞെളിയണ്ട, സാലറി വർദ്ധനവിൽ ഞെളിയണ്ട. നിന്നുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, നിന്റെ കഴിവുകൊണ്ട്, നിന്റെ പ്രാപ്തി കൊണ്ട്, ദൈവം നിന്നെ അനുഗ്രഹിച്ചത് കൊണ്ട്. പൊത്തിഫർ നിനക്ക് തന്നോ ഇതൊക്കെ? അതേ പൊത്തിഫർ എടുത്ത് കാരാഗ്രഹത്തിൽ. ഇന്ന് രാത്രി ദൂത് മനസ്സിലാക്കുന്നുണ്ടോ? മാനുഷികമായി ഇതിനൊക്കെ ഇത്രേ വില കൊടുക്കാവൂ കേട്ടോ. മാനുഷികമായി ഇതിന് ഇത്രേ വില കൊടുക്കാവുന്നേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, അതിന് ഇത്ര ലൈഫേ ഉള്ളൂ. ഒരു പൊത്തിഫർ വിചാരിച്ചാൽ, ഒരു സഹോദര കൂട്ടം വിചാരിച്ചാൽ, അത് നിനക്ക് നഷ്ടപ്പെട്ടേക്കാം. രക്തത്താൽ ജയമെടുക്കുന്നു. പക്ഷെ ഇന്ന് രാത്രി ദൂത്, ഒരു പൊത്തിഫറിന്റെ ഭാര്യ വിചാരിച്ചാലും നിന്നിൽ നിന്നും നഷ്ടപ്പെടുത്താൻ പറ്റാത്ത ദൈവികമായ ഒരു കുഴിക്കകത്ത് വീണാലും അത് നഷ്ടപ്പെടത്തില്ല. ഒരു കാരാഗ്രഹത്തിൽ കയറിയാലും അത് നഷ്ടപ്പെടത്തില്ല. അത് തിരിച്ചറിയുന്നവരുണ്ടോ? സമയമില്ലല്ലോ. നിങ്ങളുടെ കൂടെ വരുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൂത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് രാത്രി മനുഷ്യരാകട്ടെ, മനുഷ്യന് ലഭിക്കുന്നതാകട്ടെ, മാനുഷികമായതാകട്ടെ, എന്തിനും ഇത്ര ലൈഫേ ഉള്ളെന്ന് ഇന്ന് രാത്രി ഒരു വെളിപ്പാട് അകത്തേക്ക് വരണം. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്, അതിന് പ്രാധാന്യം കൊടുക്കരുത്. അത് ഊരപ്പെടാൻ സാധ്യതയുണ്ട്, അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, കാരാഗ്രഹത്തിൽ കയറാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ വാക്യങ്ങളെ കൊണ്ട് എടുക്കേണ്ട വായിക്കേണ്ട. 39:20-21 അവ എന്നാൽ കാരാഗ്രഹത്തിൽ യഹോവ അവനോട് കൂടെയിരുന്നു. രക്തത്താൽ ജയമെടുക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന വലിയ മക്കൾ തിരിച്ചറിഞ്ഞോണേ. മറ്റുള്ളവർ ചോദിച്ചേക്കാം, അവർ യോസഫിന്റെ കരങ്ങളിൽ അപ്പറിന്ന് ലഭിക്കപ്പെട്ടത്, പൊത്തിഫറിന്റെ അനുഗ്രഹത്താൽ ലഭിക്കപ്പെട്ടത്, നഷ്ടപ്പെട്ടു ഒന്നുമല്ലാത്ത അവൻ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലേക്ക് അവൻ കയറിയല്ലോ എന്ന് മറ്റുള്ളവർ ചിന്തിച്ചേക്കാം. പക്ഷെ യോസഫിന് ഒരു കാര്യം ഉറപ്പുണ്ട്, മറ്റാരും കാണാത്തത്, ആർക്കും കാണാൻ കഴിയാത്ത ദൈവികമായത് തന്നിൽ നിന്ന് നഷ്ടപ്പെടാൻ അവർ അനുവദിക്കാത്ത വിധത്തിലുള്ള ഒരാത്മീക പോരാട്ടം. ഒന്നുകൂടെ പറഞ്ഞാൽ യജാച്ചന്മാരെല്ലാം കൂടെ കയ്യിലും കാലിലും കയറി പിടിച്ചിട്ടാ ഈ നിലയങ്കി എന്ത് ചെയ്തേ? ഒന്ന് പിടക്കി പോലും ചെയ്യുന്നില്ല. ഊരിക്കും. പക്ഷെ ദൈവികമായി ലഭിക്കപ്പെട്ട സ്വപ്നത്തെ തൊടാൻ ഒരുത്തിയുടെ കണ്ണിവന്റെ മേൽ പതിച്ചപ്പോൾ അവൻ കയറി പിടിക്കാൻ നോക്കിയപ്പോ യോസഫ് പറഞ്ഞു, നടക്കത്തില്ല. ഇന്ന് രാത്രി ദൂതകൾക്ക് യോസഫ് ഫൈറ്റ് ചെയ്തത്, യോസഫ് പോരാടിയത് എന്തിനു വേണ്ടി ആയിരുന്നു? നമ്മളൊക്കെ എന്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതാണ്? നമ്മളൊക്കെ എന്തിനു വേണ്ടി കിടന്ന് ഉരുകുന്നത്? രക്തത്താൽ ജയമെടുക്കുക. കേൾക്കുന്നുണ്ടോ? യോസഫ് ഫൈറ്റ് ചെയ്ത് എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? തന്നിൽ പകർന്നിരിക്കുന്ന, തന്റെ ഭാവി നിശ്ചയിക്കുന്ന അങ്കിയല്ല, അവൻ ദൈവികമായ സ്വപ്നവും അതിന്റെ നിവർത്തിയും നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്. നിങ്ങൾ കേട്ടോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഫറവോൻ യോസഫിനെ കുറിച്ച് പറയുന്നത് സാക്ഷ്യം, ദൈവാത്മാവുള്ള മനുഷ്യരെ പോലെ വേറെ അങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ഇല്ല. മാത്രം വർഷിപ്പ് കണ്ടിട്ട് പറഞ്ഞതല്ല, അന്യഭാഷ കേട്ടിട്ട് പറഞ്ഞതല്ല. മനസ്സിലായോ നിങ്ങൾക്ക്? എഴുന്നേറ്റത് സാക്ഷ്യം കേട്ടപ്പോ പറഞ്ഞതല്ല. ആരാ പറഞ്ഞോ? ദൈവാത്മാവുമായിട്ട് 5 പൈസയ്ക്ക് ബന്ധമില്ലാത്തവൻ, അതുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത പറവം പറയുക, ഇവൻ ദൈവാത്മാവുള്ള മനുഷ്യനാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഞാൻ ഇങ്ങനെ വെളിപ്പാട് പറയട്ടെ, ഇത് ദൈവം തെളിയിക്കാൻ പോകുക. നിന്നിലുള്ള ദൈവികത അവൻ ദൈവത്തിന്റെ ജോലി സ്ഥലത്ത് തെളിയിക്കാൻ പോകുക.
ഞാൻ പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ ഊർജം വെറുതെ കളയരുത്. ഇവിടെ ഊരി മാറ്റപ്പെടുന്ന, ഊരിക്കളയാൻ സാധ്യതയുള്ള എന്തെങ്കിലും മാനുഷികമായതിന് മാത്രം നമ്മുടെ ആത്മീയ ഊർജം കളയരുത്. ഇന്ന് രാത്രി പോരാട്ടത്തിന്റെ ഊർജം ഏറ്റവും കൂടുതൽ നീ ഉപയോഗിക്കേണ്ടത് നിന്നിലെ ദൈവികമായത് നിന്നിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല. അതിന് വില കൊടുക്കാൻ ഇന്ന് രാത്രിയിൽ കൃപ പ്രാപിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഈ ദൈവികമായതിന് പ്രാധാന്യം കൊടുക്കുന്നവൻ, അവന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ദൈവഭയമുണ്ട്. എന്റെ വായിന്ന് പറയുന്ന ഒരു വാക്ക് നിമിത്തം അത് പോകരുത്, ഞാൻ കള്ളം പറയുന്ന നിമിത്തം പോകരുത്, ഞാൻ നുണ പറയുന്ന നിമിത്തം പോകരുത്. കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു? ഈ വൃക്ഷങ്ങളെല്ലാം കൂടെ രാജാവാക്കാൻ, ഒലിവ്, അത്തി, മുന്തിരി, മുൾപ്പടർപ്പ്. കേട്ടോ നിങ്ങള്? ബാക്കിയൊന്നിലേക്ക് പോകാൻ സമയം എനിക്ക്. ഈ ഒലിവിനോട് ഒന്ന് പറഞ്ഞു, നീ ഞങ്ങൾക്ക് ഇന്നത്തെ ഒരു ഭാഗം കേൾക്കാൻ നിൽക്കുക. ഏത് രാജ്യത്തിലാണ്? അല്ലേ? പക്ഷെ മുന്തിരി ഒലിവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവവും മനുഷ്യനും എന്നെ ഓണർ ചെയ്യുന്ന, പുകഴ്ത്തുന്ന പുഷ്ടി, അതാ ദൈവികം. ഒലിവിന്റെ മേൽ ദൈവം പകർന്ന ദൈവികമായതായ പുഷ്ടി. ഇംഗ്ലീഷിൽ 2 പദങ്ങളുണ്ട്, ഫാറ്റ്നസ് ആൻഡ് അനോയിന്റിംഗ്. സ്തോത്രം. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. രാജാവാകുക എന്നത് മാനുഷികം. ഒലിവിനകത്ത് ഇപ്പോഴുള്ള പുഷ്ടി, ഈ പുഷ്ടിയുടെ വെളിപ്പാട് കഴിയും പറയുക ഇല്ലില്ല. ദൈവം എന്നിൽ കനിഞ്ഞു പകർന്ന ദൈവികമായ പുഷ്ടി ഉപേക്ഷിച്ചിട്ട് എന്നെ ആ സ്ഥാനത്ത് കിട്ടത്തില്ല. കേട്ടില്ല നിങ്ങൾ? ആ സ്ഥാനത്ത്, ആ ഒലിവിന്റെ തീരുമാനത്തെ ഓർത്ത് ഞാൻ സ്തോത്രം പറഞ്ഞു. എനിക്ക് ആ ഒലിവിനെ കുറച്ചും കൂടെ ആത്മാർത്ഥമായിട്ട് പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. അത് നോഹയുടെ കാലത്താ. 40 ദിവസത്തെ മഴ, 150 ദിവസം വെള്ളം പൊങ്ങി, ഭൂമിയിലുള്ള സകല ജന്തുക്കളും ജീവജാലങ്ങളും പുസ്തകത്തിൽ പറയുന്നു നശിച്ചുപോയി. വെള്ളമൊക്കെ കുറഞ്ഞു, പെട്ടകം തുറന്നു. നോഹ ഒരു പ്രാവിനെ വിട്ടു. പ്രാവ് പോയിട്ട് ഉണങ്ങി അളിഞ്ഞു പുഴുത്ത ഒരു ഒലിവലയും കുത്തിക്കൊണ്ട് വന്ന് തന്നെ ആ പദം ഭയങ്കരമായി ചുറ്റില്ല. പച്ച രക്തത്താക്ഷയം, പച്ച ഒലിവലയും കൊണ്ട് വരിക. നാശം ഒരുപോലായിരുന്നു, അഴികൾ ഒരുപോലെ, ദ്രവത്വം ഒരുപോലെ, പച്ച ദൈവികമായുള്ളത്. ഓ, എത്ര പേർക്ക് ദൂരം കിട്ടുന്ന എനിക്ക് അറിയത്തില്ല. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒരുപോലെ. പക്ഷെ ഇന്ന് രാത്രി തമ്പുരാൻ ദൂത് പറയുക, ദൈവികമായത് നിലനിർത്താൻ കസേരയേക്കാൾ, പദവിയേക്കാൾ, സ്ഥാനമാനത്തേക്കാൾ, മാനുഷികമായ ഓണറിനേക്കാൾ ലോകം തരും സുഖം എനിക്ക് വേണ്ട. ബാക്കി മാത്രം ഇതിലെ രക്ഷിച്ചോളൂ തന്നെ. വേണ്ട, ലോകം തരും സുഖം എനിക്ക് വേണ്ട. എന്താ പാട്ട്? ലോകം തരും സുഖം എനിക്ക് വേണ്ട, സ്വത്രം. കിട്ടിയോ? എന്റെ പിച്ച് പാടണ്ട, എന്റെ പിച്ച് പാടിയാൽ അതിനകത്ത് കിട്ടത്തില്ല. കണ്ട പാട്ട് രണ്ടുപേരും ഒന്ന് പാടട്ടെ.
സ്വതന്ത്രം എന്ന് പറഞ്ഞിട്ടില്ല. ഇതിനെ എനിക്കില്ലോ വിശ്വാസ കപ്പലിൽ കാറ്റുകൾ അടിച്ച തിരകൾ മേലലഞ്ഞ നാശത്തിൻ പാറമേ തട്ടിയിട്ടുടയാതെ യേശു എൻ പ്രിയനെ കാണുമേ ഞാൻ, കാണുമേ ഞാൻ, കാണുമേ ഞാൻ, കാണുമേ ഞാൻ, കാണുമേ ഞാൻ. സ്വർഗ്ഗസിയോൻ പുരി അവിടെ എത്തി യേശു എൻ പ്രിയനെ കാണുമേ ഞാൻ. ഇനിമേ എനിക്കില്ലോ ഭയം, ലോകം തരും സുഖം എനിക്കു വേണ്ട, കേമന്മാർ ലിസ്റ്റിലെന്നെ ഓ ലോകം തരും സുഖം എനിക്കു വേണ്ട, യേശുവിനെ പ്രതിസങ്കടങ്ങൾ ബഹുനിന്ദകൾ സഹിക്കുന്ന ജീവൻ മതി. ഓ യേശുവിനെ പ്രതിസങ്കടങ്ങൾ ബഹുനിന്ദകൾ സഹിക്കുന്ന ജീവൻ മതി. കരുണയുള്ളോ, 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 അക്കരെ നിന്നെ വിളിച്ചിടുന്ന പരമപിതാവിനെ ഓർത്തിടുന്ന, അക്കരെ നിന്നെ വിളിച്ചിടുന്ന പരമപിതാവിനെ ഓർത്തിടുന്ന. ഇനിമേ എനിക്കില്ലോ ഭയം, ഇനിമേ എനിക്കില്ലോ ഭയം. ഓ വിശ്വാസ കപ്പലിൽ കാറ്റുകൾ അടിച്ചാൽ തിരകൾ മേൽ ഓ നാശത്തിൻ ഓ തട്ടിയിട്ടുടയാ യേശു എൻ പ്രിയനെ കാണുവേ. പ്രത്യാശമേ കാണുവേ ഞാൻ, ഓ കാണുവേ ഞാൻ, ഓ കാണുവേ ഞാൻ, ഓ കാണുവേ ഞാൻ. സ്വർഗ്ഗസിയോൻ പുരി അവിടെ എത്തി യേശു എൻ പ്രിയനെ കാണുവേ. കരമുയർത്തരാമേ പറ, കരമുയർത്തരാമേ പറ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ചലച്ചു കഴിയട്ടെ. ഇന്ന് രാത്രി ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, രാജാവാകാനുള്ള കോളിംഗ് നിനക്ക് വീണാൽ, അതിലെ ചീട്ട് നിനക്ക് വീണാൽ, ഇന്ന് രാത്രി ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, അതിനേക്കാൾ വലുത് ദൈവികമായ പുഷ്ടിയാണെന്ന് പറയാം. നിനക്ക് കഴിയുമെങ്കിൽ ഒരു ജനറേഷൻ മുഴുവനും മണ്ണിനടിയിൽ പോയാൽ, ഒരു ജനറേഷൻ മുഴുവനും നശിച്ചു പോയാൽ, ദ്രവിച്ചു പോയാൽ, ഒലിവ് നിൽക്കും, അതിന്റെ പച്ചപ്പ് നിൽക്കും. പക്ഷേ ഇത് ദൈവം കേരളത്തിൽ തെളിയിക്കും. അധികാരങ്ങൾക്കും രാഷ്ട്രീയങ്ങൾക്കും വേണ്ടി കടിപിടി കൂടി ദൈവപ്രവൃത്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കെതിരെ പോരാടുന്ന പൈശാചികതയുടെ മണ്ഡലങ്ങളെ തകർത്തുകൊണ്ട് ദൈവീകതയ്ക്ക് വിലകൊടുക്കുന്ന ആരെങ്കിലും ഈ പട്ടണത്തിലുണ്ടെങ്കിൽ നിന്നെ ദൈവം തെളിയിക്കാൻ പോകുന്ന ഒരു ദിവസം വരാൻ പോകുകയോ. തിരിച്ചറിയുന്നവർക്ക് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ, ദൈവത്തെ സ്തുതിക്കട്ടെ, ദൈവത്തെ സ്തുതിക്കട്ടെ. Praise God. ഈ ഒരു വെളിപ്പാട് അകത്ത് വേണം. രാജാവാകുന്നതാണ് ഈ ലോകത്തിലെ ഒന്നാം സ്ഥാനം. പക്ഷെ അതിനേക്കാൾ വലിയതാണ് ദൈവികമായ പുഷ്ടി. സ്തോത്രം. വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ ഒരു ഇലയ്ക്ക് പോലും പറ്റിയില്ല, ഒരു വൃക്ഷത്തിന് പോലും പറ്റിയില്ല.
ഒരുത്തൻ പച്ചയാണ് നിൽക്കുന്നുണ്ടോ? നിന്റെ കുടുംബത്തിൽ നീ നിൽക്കും. ഈ തലമുറയിൽ ഞാൻ നിൽക്കും, നമ്മൾ നിൽക്കും. ആര്? ഉൾപ്പടപ്പിനോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണ്, പിന്നെ ഞാൻ നിന്നോളാം. നിങ്ങളെ ഞാൻ വിഷമിപ്പിച്ചുള്ള പരിപാടി എനിക്ക് കാര്യമായിരുന്ന പുള്ളിക്കൊന്നുമില്ല. തീച്ചകത്ത് കത്തുന്നേ ഉള്ളൂ. വല്ലതും വേണ്ടേ? പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പോവാം. നിങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിക്കണം. കാര്യം റിയാദുകാരെനിക്ക് മാറിക്കാം. അല്ല, നമ്മൾ ശരിയുള്ള നേരത്തെ മുമ്പോട്ട് പോയാൽ അവരെ വിടണം. സ്തോത്രം. നാളെ ഡ്യൂട്ടിക്ക് പോകേണ്ടി വരാം. സ്തോത്രം. ഇന്ന് രാത്രി ഞാനൊരു നിയോഗം നിങ്ങൾക്ക് തരിക. ഫൈറ്റ് ചെയ്യുന്നെങ്കിൽ, പോരാടുന്നെങ്കിൽ ദൈവികമായി ഇത് പോകാതെ സൂക്ഷിക്കുക. ജോലി പോയാലും നീ നിൽക്കും. ക്യാൻസർ വന്നാലും നീ ജീവിക്കും. നാൽപ്പത് 41 അധ്യായങ്ങൾ എടുക്കണ്ട. ഉൽപ്പത്തി പുസ്തകം. ദൈവികമായി ഇതിന്റെ ജ്വലനം രണ്ടിടത്ത് വെളിപ്പെട്ടു. ഫസ്റ്റ് വൺ കാരാഗ്രഹം, സെക്കൻഡ് വൺ കൊട്ടാരം. കാരാഗ്രഹത്തിൽ വെളിപ്പെട്ടു, കൊട്ടാരത്തിൽ വെളിപ്പെട്ടു. കാരാഗ്രഹത്തിൽ വെളിപ്പെട്ടപ്പോൾ യോസഫിന്റെ സ്വപ്നം പെട്ടില്ല. പക്ഷേ അതിനകത്ത് സ്വപ്നം കണ്ട പാനപാത്രക്കാരന്റെ ആരുടെ സ്വപ്നമാണ് നിവൃത്തിയായി? രണ്ടുപേരുടെ നിവൃത്തിയായി. കൊട്ടാരത്തിൽ കയറിയതായ കേട്ടെ, കാരാഗ്രഹത്തിനകത്ത് തന്നിലുള്ള ദൈവികമായത് ജ്വലിച്ചപ്പോൾ തന്റെ സ്വപ്നങ്ങൾ പെൻഡിങ് ആണെങ്കിലും തന്നിലൂടെ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ നിവർത്തിക്കപ്പെട്ടു. പക്ഷെ ദൈവം നിന്നെ മറക്കത്തില്ല. നിന്റെ പലതും പെൻഡിങ് ആയി കിടക്കുമ്പോഴും മറ്റുള്ളവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി നീ എവിടെങ്കിലും വില കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ അഭിഷക്തന്മാരോട് ദൂത് പറയുകയാണ്. ദൈവം നിന്നെ മറക്കത്തില്ല. നിന്റെ സ്വപ്നത്തെ നിവർത്തിക്കുക. നേർത്തരമായൊരു വഴി ദൈവം നിനക്ക് വഴി ഒരുക്കുന്നു. അധ്യായത്തിൽ കൊട്ടാരത്തിനകത്ത് തന്നിൽ വെളിപ്പെട്ട ദൈവികമായതിന്റെ ജ്വലനം വെളിപ്പെട്ടു. ഞാൻ അതും കൂടെ പറഞ്ഞ പ്രാർത്ഥനയിലേക്ക് നീങ്ങാൻ പോവാ. ഇന്ന് രാത്രിയിൽ ദൂത് ശ്രദ്ധിച്ചേ. 17-ാമത്തെ വയസ്സിൽ അടിമയായി അന്യദേശത്ത് മിസ്രൈം ദേശത്ത് അടിമയായി ചെന്നവൻ ഉൽപ്പത്തി 41:41 അവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ അധികാരിയായി മാറി. അന്യദേശത്ത്, അന്യസ്ഥലത്ത് ഒരടിമ അധികാരിയായത് എന്തിന്റെ വെളിച്ചത്തിലാണെന്ന് ചോദിച്ചാൽ അപ്പന്റെ അങ്കിയുടെ വെളിച്ചത്തിലല്ല, പൊത്തിപ്പറിന്റെ പ്രമോഷന്റെ വെളിച്ചത്തിലല്ല. ദൈവം തന്റെ മേൽ പകർന്ന ദൈവികമായത് ജ്വലിക്കപ്പെട്ടപ്പോ ഞാനിന്ന് രാത്രിയിൽ പ്രവചനാത്മാവിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ആത്മാവിൽ കണ്ടുപിടിച്ച് പറയുന്നു. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞുകൊള്ളുക. 17-ാമത്തെ വയസ്സിൽ ലഭിച്ച ദൈവികത അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയപ്പോൾ 13 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നെങ്കിലും ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അതിനകത്തൊരു നിവർത്തിയുണ്ട്. അത് ഈ രാജ്യം കാണാൻ പോകുന്നു, ദേശം കാണാൻ പോകുന്നു, കുടുംബങ്ങൾ കാണാൻ പോകുന്നു. അത് തിരിച്ചറിയുന്നവരുണ്ടോ? എന്താ
അടിമ എന്ന് പറയുന്നത് നമുക്കറിയാം. അടിമയ്ക്ക് എപ്പോഴും ഒരു പരിമിതിയുണ്ട്, ഒരു പരിധിയുണ്ട്. നിങ്ങൾക്ക് ദേഷ്യം വരുമോ? ഇല്ല, ദേഷ്യം വരത്തില്ലെങ്കിൽ ഞാൻ പറയാം. നിങ്ങളൊക്കെ ഒരു വിധത്തിൽ ഇവിടെ ദേഷ്യം വരത്തില്ലല്ലോ. സത്യം, നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളോട് നടക്കൂ. നാട്ടിൽ നമ്മളൊക്കെ രാജാവും. എപ്പോഴും അടിമയ്ക്കുന്നുണ്ട്, ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. അടുത്ത ദൈവശബ്ദം ദൈവരോട് പറഞ്ഞത്, അടിമ എപ്പോഴും ചിലതിന്റെ കാക്കീഴിലാണ്. പക്ഷെ ഇന്ന് രാത്രിയിൽ അത് പൊട്ടും, അതോടെയും നിന്നെ കാക്കീഴാക്കി വെച്ചതിനെ നീ കാക്കീഴാക്കാം. ശകുനവാദികളും മന്ത്രവാദികളും ആഭിചാരകന്മാരും എല്ലാം പരാജയപ്പെട്ട സ്ഥലത്ത് നിന്നെ ദൈവം ജ്വലിപ്പിക്കാൻ പോവാ. കൂടെ വരാൻ പറ്റുന്നവർ ചില നിമിഷങ്ങൾ ആത്മാവിൽ കയറുമെന്നോ. എഴുന്നേറ്റ് ആരാധിക്കണം, എഴുന്നേറ്റ് ആരാധിക്കാം. കൈയടിക്കണമെങ്കിൽ കൈയടിക്കാം. ആത്മാവിൽ സന്തോഷിക്കണമെങ്കിൽ സന്തോഷിക്കാം. എഴുന്നേറ്റ് എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിടം പറ്റി എഴുന്നേറ്റ് എവരിബഡി, എല്ലാ ദൈവദാസന്മാരും പ്ലീസ്. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ജനത്തെ ശുശ്രൂഷിക്കാൻ പോവുകയാണ്. നിങ്ങൾ കഴിയുമോ? ദയവായിട്ട് ഇതിനോട് ചേർന്ന് നിൽക്കുന്നവര് കസേരകളെല്ലാം പുറകോട്ട് മാറ്റണം പ്ലീസ്. കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ ഒന്ന് സഹകരിച്ച് കസേരയെല്ലാം പുറകോട്ട് മാറ്റി. ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് ചിലത് ദൈവം ജ്വലിപ്പിക്കും. അടിമയല്ല എനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾ മലയാളം അറിയത്തില്ലേ? ഈ ചെയറെല്ലാം പുറകോട്ട് മാറ്റിയിട്ട് മുമ്പോട്ട് വന്ന എല്ലാവരും പ്ലീസ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചെയറെല്ലാം ബാക്കിലോട്ട് മതി. ഇത്രയും നേരമായിട്ടും അങ്ങോട്ട് ഇടുന്നു.